Psalms number 81 हम पढ़ा. Psalms 81 നമ്മൾ വായിച്ചത്. काफी बात उसमें से सीखने के लिए बाद में हम देखेगा. അത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ പിന്നെ കേൾക്കാം. विशेष रूप में उसका दूसरा आयत है. പ്രത്യേകമായി അതിന്റെ രണ്ടാമത്തെ उधर पहले आयत और दूसरा आयत मिलके पढ़ेगा तो ऐसे लिखा है उधर. ഒന്നും രണ്ടും ഒന്നിച്ച് വായിച്ചാൽ അതിങ്ങനെ എഴുതിയിരിക്കുന്നു. जय जयकार करो, आनंद से उसका गीत गाओ क्योंकि परमेश्वर अपना बल है. ആമേൻ. സന്തോഷത്തോടെ പാട്ട് പാടാൻ ദൈവം നമ്മുടെ ബലമാണ്. अपना बल कौन है? നമ്മുടെ ബലം ആരാ? ആമേൻ. परमेश्वर है. ദൈവമാണ്. हालेलुया. परमेश्वर बच्चों, एक बात मैं आपको बोलना चाहता हूँ. ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. हम जब कमजोर बन जाते हैं, നമ്മൾ ക്ഷീണിതരാവുമ്പോൾ अपने आगे बहुत बड़ा रुकावटों आएगा. നമ്മുടെ മുന്നിൽ ഒത്തിരി ചാലഞ്ചസ് വരും. बहुत पत्थर अपने आगे कोई लाकर रखा है. ഒത്തിരി കല്ലുകൾ നമ്മുടെ മുന്നിൽ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്. हम सोचते होगा कौन ये पत्थर हटाएगा. നമ്മൾ ചിന്തിക്കും ഈ കല്ല് ആരെടുത്ത് മാറ്റും. हालेलुया. जो हमसे असंभव है, നമ്മളാൽ അസാധ്യമായത്. ആമേൻ. लासर का खबर के आगे एक पत्थर रखा था. ലാസറിന്റെ കല്ലറയുടെ മുന്നിൽ ഒരു കല്ലുണ്ടായിരുന്നു. യേശുവിന്റെ കല്ലറയുടെ മുമ്പിലും ഒരു കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. यीशु का कब्र के आगे में एक पत्थर था. ഇത് രണ്ടും മനുഷ്യൻ വെച്ച കല്ല്. आमेन. हालेलुया. ये दोनों इंसानों ने रखा है. ശരിയാണ് ഞാൻ പറഞ്ഞത്. सही है कि नहीं? രണ്ട് കല്ല് വെച്ചത് മനുഷ്യനാണ്. दोनों पत्थर इंसानों ने रखा. പക്ഷെ വ്യത്യാസം ഉണ്ടായിരുന്നു. लेकिन फर्क है. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ കല്ല് വെച്ചപ്പോൾ जब लासर के कब्र के आगे जब पत्थर रखा, അവർക്കൊരു സംശയവുമില്ല, ലാസർ ഇനി ഒരിക്കലും വെളി വരത്തില്ല. उनको कोई शक नहीं था, अभी लासर दोबारा आने वाला नहीं है. ഒരിക്കലും ഇനി വെളി വരത്തില്ല. ये कभी अभी बाहर नहीं आएगा. അതുകൊണ്ട് അവര് ആർക്ക് വേണേലും ഉരുട്ടി മാറ്റാൻ പറ്റുന്ന ഒരു കല്ല് അവിടെ കൊണ്ടുവച്ചു. इसके लिए कोई भी उसको हटा सकते, उस प्रकार का एक पत्थर रखा. ഇനി ആരാ ഇത് തുറക്കാൻ പോകുന്നത്? अभी कौन ये खोलने वाला है? ഹല്ലേലൂയ. ആമേൻ. പക്ഷേ യേശുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു കല്ല് വെച്ചപ്പോൾ जब यीशु का कब्र के सामने एक पत्थर रखा, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. वो एक दूसरे से ഈ कहने लगे ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. कि ये धोखेबाज जब जीवित था इस ഈ प्रकार का, ചതിയൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വേദോസത്തിലെ വാക്യം കേട്ടോ, ഞാൻ ऐसा- പറഞ്ഞതല്ല. ऐसा ഈ वचन में लिखा ചതിയൻ है. ജീവനോട് ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ये धोखेबाज ने जीवित था जब कहा, ഇവൻ മൂന്നാം ദിവസം വെളി വരുമെന്ന്. ये आमेन, ये तीसरा दिन बाहर आएगा. അതുകൊണ്ട് ഇപ്പം നമ്മൾ അനുഭവിച്ചതിനെക്കാളും വലിയ ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. इसके लिए अभी जो हुआ उससे बड़ा घटना हो सकता है. അതുകൊണ്ട് ആരും ഉരുട്ടാത്ത കല്ല് വെക്കണം. इसलिए कोई नहीं हटा सकते उस प्रकार का पत्थर रखना. പൊക്കാൻ വയ്യാത്തതുപോലെ കല്ല് ലോക്ക് ചെയ്യണം. कोई खोल नहीं पाए उस प्रकार उसे बंद करना है. ആണോ പ്രിയമുള്ളവരെ? है कि नहीं? വ്യത്യാസമുണ്ടോ? फर्क है कि नहीं? രണ്ടും മനുഷ്യൻ വെച്ച കല്ല. दोनों इंसानों ने रखा है. മനുഷ്യൻ നിന്റെ മുമ്പിൽ കല്ലുരുട്ടി വെക്കുമ്പോൾ इंसान जब तेरे आगे भी पत्थर നീ लगाता है, ആരാണെന്ന് അറിഞ്ഞിട്ടാ കല്ല് आमेन വെക്കുന്നത്. आमेन हालेलुया, तू कौन है जान के वो पत्थर നിന്റെ रखता है. വാഗ്ദത്തം എന്താണെന്ന് അറിഞ്ഞിട്ടാ കല്ല് വെക്കുന്നത്. तेरा वादा क्या है जान के वो पत्थर रखता है. വാഗ്ദത്തം കൂടുതലുണ്ടോ, अगर वादा ज्यादा है വലിയ കല്ല് മുന്നിൽ ഉരുണ്ടു കയറുമെന്ന്, कि बड़ा पत्थर तेरे आगे रखेगा, തുറക്കാൻ പറ്റാത്തതുപോലെ ലോക്ക് ചെയ്യുമെന്ന്. कि खोल नहीं सकते उस प्रकार से हालेलुया. बांध के रखेगा. ആണോ പ്രിയമുള്ളവരെ? है कि नहीं? ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു വന്നിട്ട് പറഞ്ഞു, लासर के कब्र में यीशु आके कहा, കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. बोल के पत्थर हटा दे. യേശു സ്വർഗ്ഗദൂതനെ വിളിച്ചില്ല കല്ലുരുട്ടാൻ. यीशु ने स्वर्गदूत को नहीं बुलाया पत्थर हटा, കാരണം ആ കല്ലുരുട്ടാൻ അവിടുത്തെ ചെറുപ്പക്കാർ മതി. क्योंकि वो पत्थर हटाने के लिए वहां का नौजवान അവരെ काफी കൊണ്ട് है. ഉരുട്ടാവുന്ന കല്ലാത്. वो हटा सकता है, പക്ഷെ അവരെ കൊണ്ട് പറ്റാത്തൊരു കാര്യമുണ്ട്. लेकिन उनसे जो नहीं हो सकते ऐसा कार्य അകത്ത് है. കിടക്കുന്നവനെ പുറത്തു കൊണ്ടുവരാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. लेकिन अंदर जो पड़ा है उसे बाहर लाना उनसे संभव नहीं है, കാരണം അവനെ കുറിച്ച് ആർക്കും പ്രതീക്ഷയില്ല. क्योंकि उसके ऊपर किसी का उम्मीद नहीं है. ഇവൻ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് അവര് പറയുന്നത്. कि वो कहता कि ये कभी बाहर नहीं आएगा. പ്രതീക്ഷയില്ലാത്തടത്ത് പ്രതീക്ഷ ഉണ്ടാക്കണമെങ്കിൽ जहाँ कोई उम्मीद नहीं है वहाँ उम्मीद बनाना है. तो യേശുവിന്റെ ഒറ്റ വാക്ക് മതി. यीशु का एक शब्द काफी യേശുവിന്റെ है, ഒറ്റ വാക്ക് മതി. उसका एक वक्त काफी है. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു വചനവുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ഞാൻ പ്രസംഗിക്കാൻ പോകുകയല്ല. प्रचार करने नहीं जा रहे, यहाँ जब बैठा था परमेश्वर की आत्मा ने जो बोला उसी के लिए था. ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. आरंभ में पवित्र आत्मा वाणी दे रहा ഇവിടെ है. ഇരുന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, यहाँ जब बैठा था परमेश्वर को दास ചിലര് कहा, പറയുന്നു, कुछ लोग कहता है, ചിലര് പറയുന്നു कुछ लोग कहता है, ഇന്നൊരു അത്ഭുതം ഉണ്ടായ आमेन आमेन आमेन, आज एक चमत्कार होना है. ഈ മീറ്റിംഗിലായിരിക്കാം, ये मीटिंग में हो सकता है, അല്ലെങ്കിൽ ലൈവിൽ കാണുന്നവരായിരിക്കാം. नहीं तो लाइव में देखने वाले होंगे. Somebody is saying, कोई तो कहता है I need a miracle today. आज एक चमत्कार चाहिए. I need a miracle today. आज एक चमत्कार I चाहिए. need a miracle today. आज एक चमत्कार चाहिए. Malka Shagabana.
ഹല്ലേലൂയ. ആ വചനം കർത്താവിന്റെ അകത്ത് തന്നപ്പോൾ वो वचन जब परमेश्वर ने अंदर दिया, അതിന്റെ കൂടെ കർത്താവ് ഒരു വാക്യോടെ തന്നു. उसके साथ परमेश्वर ने और एक आयत ആ दिया. വാക്യം എന്താണെന്നറിയാമോ? वो आयत क्या है? ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന. लाजर के कब्र के पास जाके यीशु ने जो प्रार्थना किया, എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? क्या प्रार्थना किया? ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. कि लाजर के कब्र के पास आके यीशु ने प्रार्थना किया, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. परमेश्वर तू हमेशा मेरी सुनता എന്ന് है. പറഞ്ഞാൽ എന്താണെന്നറിയാമോ? क्या कहा? ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ अब मैं आज तक जब मैंने प्रार्थना ഒരു किया, പ്രാവശ്യം പോലും ഹല്ലേലൂയ एक बार भी, എന്റെ പ്രാർത്ഥന കേൾക്കാതെ പോയിട്ടില്ല. एक बार भी तूने ऐसा नहीं कि मेरा प्रार्थना नहीं सुना. പരിശുദ്ധാത്മ ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, पवित्र आत्मा ने यहाँ मुझसे कहा, ദൈവമക്കളോട് പറ, परमेश्वर के बच्चों से कहे, ഇതുവരെ നീ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്കെങ്കിലും സ്വർഗ്ഗം മറുപടി നൽകാതിരുന്നിട്ടുണ്ടോ? आज तक तूने जो भी प्रार्थना किया उसमें से कोई भी प्रार्थना है क्या जिसका उत्तर उसने नहीं दिया? ഇന്ന് വരെ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ आज तक तेरे हर एक प्रार्थना को उसने उत्तर दिया है. ഇന്നും നിനക്ക് വേണ്ടി ഒരു മറുപടി വെളിപ്പെടാൻ कि പോകുകയാണ്. आज तेरे लिए एक उत्तर आने वाला है. ഇന്നും നിനക്ക് വേണ്ടി ഒരു അത്ഭുതം വെളിപ്പെടാൻ आज പോകുകയാണ്. तेरे लिए एक चमत्कार प्रकट होने वाला है. എല്ലാരും പറഞ്ഞാട്ടെ, अरे जो मुंह खोल के कहे, ഇന്ന് വരെ കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. आज तक परमेश्वर ने मेरी ഇന്ന് प्रार्थना വരെ सुना. എനിക്ക് വിടുതലിന്റെ വഴി തുറന്നു. मुंह खोल के बोल, आज तक छुटकारा का रास्ता ഈ खोला. പ്രതീക്ഷയില്ലാത്ത കല്ലറയ്ക്കകത്തുനിന്ന്, इस बिना उम्मीद के മരിച്ച कब्र में से, 4 നാളായ കല്ലറയ്ക്കകത്ത് നിന്ന് आमीन, 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 जो मर के 4 दिन हुआ कब्र में से, മനുഷ്യന് പറ്റാത്തൊരു മിറക്കിള് कि इंसान से जो नहीं हो सकते ഇന്ന് miracle, സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാണ്. वो स्वर्ग प्रकट करने वाला है. കരങ്ങളെ ശക്തമായി അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. आमीन, हालेलुया, ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ കല്ലറയ്ക്കൽ ഒരു കല്ല് വെച്ചു. यीशु के कब्र में एक पत्थर रखा. കല്ല് വെച്ചത് അങ്ങനെയുള്ള കല്ല, कैसा पत्थर रखा? ആർക്കും ഉരുട്ടാൻ പറ്റാത്ത കല്ല്. जो कोई हटा नहीं सकता. കാരണം ശത്രു പറഞ്ഞു, സാത്താൻ പറഞ്ഞു, जो शैतान ने कहा, ഇവൻ ചതിയനാ, ये धोखेबाज है, ഇവൻ ചതിയനാ, ये धोखेबाज है. ഇവൻ ഇതിൽ നിന്ന് പുറത്തു വന്നാൽ ചതി വലുതാകും. कि अगर ये इसमें से बाहर है तो बड़ा धोखा ദൈവ होगा. പൈതലിന്റെ വിടുതൽ കാണുമ്പോൾ സാത്താൻ പറയുന്ന സെന്റൻസ് കേട്ടോ, कि जब परमेश्वर के बच्चों का छुटकारा നമുക്ക് देखते വലിയ तो ചതി सातान कहता പറ്റിപ്പോയെന്ന്. है कि हमें बहुत धोखा हो गया, നമുക്ക് പറ്റിയ ചതിയാണെന്ന്. ये हमारा धोखा है. യേശുവിനെ ക്രൂശിൽ കയറ്റിയപ്പോൾ മുതൽ സാത്താൻ ചതിക്കപ്പെടുകയാണ്. कि जब से यीशु मसीह को सूली पर चढ़ा तभी से सातान धोखे में है. അവൻ അറിഞ്ഞില്ല അവന്റെ തല തകരുകയാണെന്ന്. वो नहीं जाना कि उसका सिर को कुचला जा रहा है, കല്ലറയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. कि उसको कब्र में रोकने को देख रहे हैं. വാഗ്ദത്തമുള്ളവനെ ഏത് കല്ലറയിൽ ഒതുക്കാൻ ശ്രമിച്ചാലും कि जो वादा उसको कोई भी कब्र में रखे. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ബലം ആരാ? हमारा बल कौन है? നമ്മുടെ ബലം കർത്താവാ. हमारा बल परमेश्वर ആ है. കല്ലുരുണ്ട് മാറുമെന്ന്, तो पत्थर निकल हट നിനക്ക് जाएगा. പറ്റാത്തത് സാധിക്കുമെന്ന്. जो तुमसे नहीं हो सकता वो होगा. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് जो यीशु को मरो में से जिगाया वही पवित्र आत्मा നിങ്ങളെ ഉയർപ്പിക്കുമെന്ന്, वो हमें भी उठाएगा, നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന്. तुम्हें बाहर लाएगा. പ്രതീക്ഷയില്ലാത്തടത്തേക്ക് जहाँ उम्मीद नहीं है, കാലം ദൈവശക്തി ഇറങ്ങാൻ പോകുകയാ. आज वहाँ परमेश्वर की सामर्थ എല്ലാവരും उतरेगा. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. अब परमेश्वर को धन्यवाद दे. आमीन. ദേവദാസൻ ശുശ്രൂഷിക്കാൻ പോകുകയാ. परमेश्वर के दास सेवकाई करने जा रहे ഏഞ്ചൽ हैं. ട്രാൻസ്ലേറ്റ് മുന്നിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. ट्रांसलेट करे आगे आ കരങ്ങളെ रहे हैं. അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. हाथ ताली बजा के परमेश्वर को ഒരു धन्यवाद दे. അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. एक चमत्कार होने वाला है. മൊളിമ വന്നാട്ടെ, ഏഞ്ചൽ വന്നാട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് हाथ ताली बजा के ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാ. अद्भुत चमत्कार ചില होने वाला കല്ലുകൾ है. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഉരുണ്ടു മാറാൻ പോകുകയാ. कुछ पत्थर यीशु मसीह के नाम से हट जाने वाला है. ശത്രുവിന്റെ ചില കോട്ടകൾ ഇടിയാൻ പോകുകയാ. शत्रु के कुछ जो गढ़ है वो टूटने वाला മരുഭൂമിയിൽ है. വഴി തുറക്കാൻ പോകുകയാ. कि जहाँ रास्ता नहीं है, मार्ग नहीं है, वहाँ मार्ग खुलने वाला है. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വം എടുക്കുവാൻ ദൈവം തരുന്ന കൃപകൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. परमेश्वर के नाम की महिमा करने के लिए आज के समय परमेश्वर ने सहायता की, इसके लिए परमेश्वर को धन्यवाद देती हूँ. ഇന്ന് നാം കടന്നു വന്നതിന് ശേഷമല്ല ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട്, ഇന്നത്തെ ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്നതിന് മുമ്പ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് കടന്നു വരുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. आमेन. आप लोग यहाँ आने के बाद नहीं परमेश्वर काम करना चालू करता है. आप लोग यहाँ आने से पहले ही आप जिस इच्छा से आए हो, जिस चाहत से आए हो, परमेश्वर यहाँ पर काम करना चालू कर चुका है. കർത്താവിന്റെ അഭിഷിക്തനായിട്ട്, കുടുംബത്തിനായിട്ട്, കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. परमेश्वर के अभिषिक्त के लिए, उनके फैमिली के लिए, बच्चों के लिए मैं धन्यवाद देना चाहती हूँ. കർത്താവിന്റെ അഭിഷിക്തൻ ഇങ്ങനെ പറഞ്ഞല്ലോ, വർഗീസ് അങ്കിളിന് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത് ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ ഞങ്ങൾ സത്യം പറയുന്നു. ഞങ്ങളത് കണ്ടില്ല, ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ വീട്, കുടുംബമെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാറുമുണ്ട്. അതിനെനിക്ക് വിഷമമില്ല.
കാരണം ആ ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ നാം അല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് നമുക്ക് തരുന്നു അതാ പ്രസ്താവിക്കുന്നത്. परमेश्वर के अभिषेक ने इस प्रकार से कहा कि मैसेज डाले थे करके, लेकिन मैं सच कहना चाहती हूँ कि मैसेज हमने नहीं देखा. हमको यहाँ आने का जो प्लान वो पहले ही बन चुका था. ये जो कलीसिया है हम इसे परिवार के समान देखते हैं, और यहाँ पर जो वचन शेयर करना है वो पवित्र आत्मा की ओर से होता है. भले ही उसमें क्रिटिसिज्म आता है, लेकिन जो पवित्र आत्मा हमें देते हैं वो हम यहाँ पर बोलते हैं. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, നിറഞ്ഞ് കവിയണം, അറ്റം വരെ ആകുവാൻ തക്കോണം ദൈവം ഇടയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. आज मैं बहुत खुश हूँ आप लोग के बीच में यहाँ पर आई हूँ, और जिस प्रकार मैं हमेशा कहती हूँ कि हम आत्मा से उमंडना है, उसी प्रकार हम आत्मा से उमंडने के लिए परमेश्वर हमें सहायता करे. ദൈവത്തിന്റെ തിരുവായു കൊണ്ട് അരുളിച്ചതൊക്കെ നിവർത്തി ആകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ഹല്ലേലൂയ മറിയയോട് എലിസബത്ത് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് അരുളി ചെയ്ത നിങ്ങളോട് വ്യക്തിപരമായി, കുടുംബങ്ങളോട്, നിങ്ങളുടെ തലമുറകളോട്, ദൈവസഭയോട് അരുളി ചെയ്തത് നിവർത്തി ആകും എന്ന് വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന് ഞാനല്ല പറയുന്നത്, സ്വർഗം പറയുന്നു. जिस प्रकार से मरिया जब एलिजाबेथ से मिलती है और इस प्रकार से कहती है कि जो प्रकार वादा परमेश्वर ने किया और उस वादे पर विश्वास जो करते हैं वो धन्य है, उसी प्रकार आपके जीवन पे भी, आपके व्यक्तिगत जीवन पे जो वादा आपको दिया है, यदि आप उसे विश्वास करते हो कि वो आप प्राप्त कर चुके हो तो आप धन्य है. वो मैं नहीं कह रही, पवित्र शास्त्र हमसे कहते हैं. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ കാതുകളെ മാത്രമല്ല ഹൃദയങ്ങളെയും ദൈവം തുറന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. परमेश्वर की वचन सुनने के लिए आए हुए सभी लोगों को केवल उसके मुंह को नहीं, परमेश्वर के कान को भी खोला है, इसके लिए मैं परमेश्वर को धन्यवाद देती हूँ. ഇന്ന് ഞാൻ വചനം പ്രഘോഷിക്കാൻ വന്നതല്ല, ഞാൻ അത് അറിയാതെ തന്നെ വന്ന് പുറകിലിരുന്ന് കർത്താവിന്റെ അഭിഷിക്തനിൽ നിന്നുള്ള ശുശ്രൂഷ ഞങ്ങൾ കുടുംബമായി അനുഭവിച്ച് സന്തോഷത്തോടെ, വിടുതലോടെ, തൃപ്തിയോടെ മടങ്ങുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ കടന്നു വന്നവരാണ്. आज मैं यहाँ पे वचन की सेवकाई करने के लिए नहीं आई थी, पीछे बैठकर परमेश्वर के दास का वचन सुनकर प्राप्त कर कर खुशी से यहाँ पर लौटने के लिए मैं आई थी. ദൈവമക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ് തൃപ്തി എന്നുള്ളത്. परमेश्वर के बच्चों को परमेश्वर का दिया हुआ एक धन्य, एक भाग्य, एक पद है कि हम उसमें तृप्त हो जाना. ഈ ഭൂമിയിലെ സകല സമ്പത്ത് തന്നതുകൊണ്ടോ, ആരോഗ്യം തന്നതുകൊണ്ടോ, സൗന്ദര്യം ലഭിച്ചതുകൊണ്ടോ നമുക്ക് തൃപ്തി ലഭിക്കുകയില്ല. इस संसार में हमें अगर हमने बहुत कुछ कमा लिए, पैसे कमा लिए, हमें खूबसूरती मिल गई, सब कुछ मिल गया, लेकिन उससे हम तृप्त होना ये जरूरी नहीं है. എന്നാൽ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഭാഗ്യ പദവി എന്ന് പറയുന്നത് തൃപ്തി എന്നുള്ളതാണ്. लेकिन परमेश्वर के बच्चों को परमेश्वर द्वारा प्राप्त हुआ एक एक पद है, वो हम तृप्त हो जाते हैं. ഇന്ന് പകൽക്കാലം നിങ്ങളെ സംതൃപ്തിയോടെ അയക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. आज के इस समय भी परमेश्वर में तृप्त कराकर यहाँ के भेजने वाला, इसलिए परमेश्वर को धन्यवाद देती हूँ. ഞാൻ ദൈവസന്നിധിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ ഒരു ദൈവത്തോട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഫുൾഫിൽമെന്റോടാണ് ഇന്നത്തെ ദിവസം. आज का ये दिन जो है, मैंने परमेश्वर से कहा हुआ एक बात का एक निवर्तीकरण हुआ है. ഞാൻ ദൈവസഭയിൽ പറയുകയുണ്ടായി, നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ മക്കളുമായിട്ട് വരുമെന്ന്. जब मैंने कहा कि अगली बार जब मैं आऊंगी तो मैं बच्चों के साथ आऊंगी. ഞാൻ ഇന്ന് അങ്ങനെ എൻ്റെ കുടുംബമായിട്ട്, എൻ്റെ അടുത്ത തലമുറയുമായിട്ട് പുറയിൽ വെളിയിൽ കാണുന്നില്ലെങ്കിലും ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തിയോടാണ് ഞാൻ കടന്നു വന്നത്. और उस प्रकार से मैं बच्चों के साथ, मेरे पीढ़ी के साथ अभी बाहर नहीं दिख रहे, लेकिन पीढ़ी के साथ मुझे आने के लिए परमेश्वर ने सहायता किया. ഞാൻ വളരെ ഭയത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. मैं काफी भय के साथ और अपने दिल से, आनंद से और उसे धन्यवाद देना चाहती हूँ. നാം ദൈവസന്നിധിയിൽ എന്തെങ്കിലും പറയുകയും പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നവരായിട്ടല്ല, നാം പറയുന്നത് ശ്രദ്ധയോടെ നാം കേൾക്കുകയും ചെയ്യണം, ദൈവം പറയുന്നത് അനുസരിക്കുകയും വേണം. हम यहाँ से सुनकर केवल जाना नहीं, लेकिन जो सुनते हैं वो ध्यान से सुनकर, और जो परमेश्वर हमसे कहते हैं उसे हम आज्ञा का पालन करने वाले होना ഇന്ന് चाहिए. പകൽക്കാലം അനുസരിക്കുന്നവർ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. आज के दिन हम जो उनकी आज्ञा का पालन करते हैं उनके लिए काम करने वाला परमेश्वर है. നാം നമ്മുടെ ഇമോഷണലി പറഞ്ഞാലും ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. भले ही हम अपने इमोशन से कहते हैं, लेकिन यदि हमने परमेश्वर से कहा है तो परमेश्वर वो ध्यान से सुनता है. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട്, इसके लिए पवित्र शास्त्र में इस प्रकार से कहते हैं कि यहोवा का भय मानकर, അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. उसकी कल्पनाओं को पसंद करने वाला मनुष्य धन्य है. എന്നാൽ ലോകത്തിലുള്ള എല്ലാവരുടെ സംസാരത്തിനേക്കാൾ, വാക്കിനേക്കാൾ
ദൈവത്തിന്റെ ശബ്ദത്തിന് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവം പറയുന്നത് അവൻ ഭാഗ്യവാനാണെന്ന്. आमेन। इस संसार के सारे शब्द वाणी से बढ़कर यदि आप परमेश्वर की उस आवाज को पसंद करना चाहोगे तो परमेश्वर कहता है कि वो मनुष्य धन्य है। ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ മധ്യത്തിൽ ദൈവം തരുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज के इस दिन भी जो बदलता नहीं ऐसा वचन परमेश्वर हमें दे रहा है, इसलिए परमेश्वर को धन्यवाद देती हूं। കർത്താവിന്റെ അഭിഷേകത്തിനോട് ഞാൻ പറഞ്ഞത് ദൈവവചനം പ്രഘോഷിക്കത്തില്ല എന്നാണ്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ആ അവസരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. അഭിഷേകത്തിന് ഞാൻ കീഴ്പ്പെടുന്നു, ദൈവ ആലോചനയ്ക്ക് ഞാൻ കീഴ്പ്പെടുന്നു. परमेश्वर का अभिषेक से मैंने इस प्रकार से कहा था कि मैं वचन शेयर नहीं करूंगी, लेकिन पवित्र आत्मा ने जो मुझे दिया इस अवसर को मैं बहुमूल्य समझना चाहती हूँ और अब दास की बातों को मैं यहाँ पर मानना चाहती हूँ। ഉൽപ്പത്തി പുസ്തകം उत्पत्ति की किताब 22 അധ്യായത്തിന്റെ 22वां अध्याय 4 വാക്യം. उसका 4था पद। 3 ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. तीसरे दिन इब्राहिम ने आंखें उठाकर उस स्थान को दूर से देखा। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, ദൈവം നമ്മോട് വല്ലതും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേട്ട സമയം മുതൽ അത് നിവൃത്തി ആകുവാനായിട്ട് ഒരു ദീർഘവീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. आमेन। आज के इस दिन पवित्र आत्मा हमसे ये कहना चाहता है कि यदि पवित्र आत्मा ने आपसे कुछ बात कहा है तो उसके पूर्तिकरण होने तक हमें एक दूर से देखना, एक दृष्टि होना जरूरी है। അബ്രഹാം ദൈവമല്ല, अब्राहम परमेश्वर नहीं, ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു വ്യക്തി ജീവിതം, परमेश्वर द्वारा बुलाया हुआ एक व्यक्ति है। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെട്ടതിന് ഒത്തവണ്ണം അവൻ നടന്നൊരു വ്യക്തിയാണ്. परमेश्वर की पवित्र आत्मा जिस प्रकार से उसे बर्ताव किया उस प्रकार से वो चला है। ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ അവൻ കണ്ടിട്ടല്ല യാത്ര ചെയ്തത്. परमेश्वर को जो उसने दिया वादा को देखकर नहीं उसने यात्रा शुरू किया। ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൽ നാം കാണുന്നു, उत्पत्ति 19 की किताब में हम इस प्रकार से देख सकते हैं। യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത്, यहोवा परमेश्वर अब्राहम से इस प्रकार से कहा, നീ നിന്റെ ദേശത്തെയും तू तेरे देश को, സ്വജനത്തെയും अपने खुद के परिवार को, ചാർച്ചക്കാരെയും വിട്ട് യാത്രയാകുവാൻ പറഞ്ഞപ്പോൾ को छोड़कर यात्रा शुरुआत करने के लिए जब कहा था, ദൈവം അബ്രഹാം അത് അനുസരിക്കുവാനിടയായി. अब्राहम उसके मानने के लिए तैयार हो गया അനുസരിച്ചാലുള്ള ദൈവിക അനുഗ്രഹങ്ങളും അപ്പോൾ തന്നെ പറയുകയുണ്ടായി. और आज्ञा का पालन करने के बाद उसे क्या फल मिलेगा वो भी उसे प्राप्त होने लगा। ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. मैं तुझे बड़ा वंश बनाऊंगा। ഞാനിത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നിങ്ങൾ ഈ വാഗ്ദത്തം ഏറ്റെടുത്തോണം. जब मैं ये कह रही हूँ तो आप इस वादे को रिसीव करते जाना। അബ്രഹാമിനോട് മാത്രമല്ല, ക്രിസ്തുവിൽ കൂടി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ മക്കളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു വലിയ ജാതിയാക്കുമെന്ന്. केवल अब्राहम से ही नहीं, यीशु मसीह के द्वारा उद्धार प्राप्त किया और सभी परमेश्वर के संतानों से परमेश्वर कहता है कि मैं तुझे बड़ा वंश बनाऊंगा, നിന്റെ പേര് വലുതാക്കുമെന്ന് तेरे പറഞ്ഞു. नाम को बड़ा करूंगा, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു. तू आशीषित होगा। അതെ, ഞാൻ ഏറ്റെടുത്തോണ്ടാ പറയുന്നത് കേട്ടോ. मैं मेरे से कह रही हूँ, ഞാൻ നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ मैं तेरे नाम को बढ़ाऊंगा कहने का मतलब നമ്മളിപ്പോ ദൈവം പേര് വലുതാക്കിക്കൊണ്ടിരിക്കുക. परमेश्वर हमारे नाम को बड़ा करते നമ്മൾ जा ഏതെങ്കിലും रहा ഒരു है। ഗ്രാമത്തിൽ ഒരു പട്ടണത്തിൽ ഒരു ചെറിയ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ പേര്, हमको एक छोटे से ग्राम में पैदा हुआ, एक माता पिता में पैदा हुआ एक छोटा सा हम लोग സർവശക്തനായ സകലത്തിന്റെ ഉളവാക്കിയ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ മക്കൾ എന്ന പേരില് ആ അഡ്രസ്സിൽ ദൈവം കൊണ്ടുവന്നെങ്കിൽ നിന്റെ പേര് വലുതാക്കിയത് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. सर्वशक्तिमान और सारे सृष्टि का रचने वाला, सारे सृष्टिकर्ता के संतान, ऐसा नाम परमेश्वर यदि हमें दिया है तो उसको सोचकर हमें उसकी स्तुति करना है। ഇന്ന് ഭൂമിയിലുള്ള ഏത് സ്ഥാനങ്ങളും മാനങ്ങളിലും ഉള്ള മാതാപിതാക്കളാൽ ജനിക്കപ്പെടുന്നതിനേക്കാൾ അതെല്ലാം മണ്ണിൽ അവസാനിക്കുമ്പോൾ സൃഷ്ടാവാൻ ദൈവത്തിന്റെ നാമത്തിൽ നീ ഭൂമിയുടെ പരക്കിൽ ജീവിക്കുന്ന വ്യക്തിയായി നടക്കുമ്പോൾ നിന്റെ പേര് ദൈവം വലുതാക്കിയതാ. इस संसार में हमें कितनी बड़ी पद तक भी पहुंच क्यों ना जाए, लेकिन उससे भी बढ़कर हम स्वर्गीय पिता के संतान है, ये कहलाने का जो भाग्य हमें मिला है वो हमारा नाम काफी बड़ा है। നീ ഒരു അനുഗ്രഹമായിരിക്കും അബ്രഹാമിനോട് പറഞ്ഞു. अब्राहम से इस प्रकार से कहा कि तू सबके लिए आशीषित होगा, നീ സകല ജാതികൾക്ക് ഒരു तू അനുഗ്രഹമായിരിക്കും सारे जातियों पर आशीषित होगा। ഇതെല്ലാം ഒരു വ്യക്തി ജീവിതത്തിന് എങ്ങനെ പ്രാപിക്കുന്നത്? ये सब एक व्यक्ति कैसे प्राप्त करते हैं? ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ശബ്ദമാണ് അനുസരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. जब हम परमेश्वर की आवाज को सुनते हैं और सुनने के बाद जब उसका पालन करते हैं तब हमारे जीवन में ये पूरा होता है। നമ്മോടും നമ്മുടെ കുടുംബത്തോടും വ്യക്തി ജീവിതങ്ങളോടും ഒക്കെ ദൈവം വാഗ്ദത്തങ്ങൾ
വാഗ്ദത്തങ്ങളെ അരുളി ചെയ്തിട്ടുണ്ട്. हमसे हमारे परिवार से परमेश्वर ने काफी वादाएं दिया है. ദൈവവചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് എഴുന്നേറ്റ് വന്ന് ദൈവവചന ജീവനായി നമ്മൾ വെളിപ്പെടാറുണ്ട്. जब हम वचन पढ़ते हैं तो परमेश्वर का वचन जो है वो हमारे पास आकर जीवित रूप से हमारे सामने वो प्रकट होता है. പ്രവാചകന്മാർ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. भविष्यवक्ताओं के द्वारा हमसे वादाएं प्राप्त किए हैं. സ്വപ്നങ്ങളിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. हम स्वप्नों के द्वारा परमेश्वर की इच्छा हमने प्राप्त किया है. അത് നിങ്ങൾ പ്രാപിക്കുവാൻ തക്ക ഒരു ദിവസം കൊണ്ട് ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നില്ല. वो प्राप्त करने के लिए अपने आप को तैयार करना है. वो एक दिन में हम उसको प्राप्त नहीं कर सकते हैं. നമ്മുടെ വയറ്റിൽ ഉരുവായിരിക്കുന്ന ഒരു കുഞ്ഞ് ഓരോ നിമിഷം ഓരോ സെക്കൻഡ് നാം അതിന്റെ അമ്മ പോലും അറിയാതിരിക്കുമ്പോൾ തന്നെ അത് വളർന്ന് അത് ഒരു ജീവനായി വെളിപ്പെട്ട ഒരു കുഞ്ഞായി പുറത്തു വരുവാൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മോട് അരുളി ചെയ്ത ദൈവിക വാഗ്ദത്തങ്ങളും ദൈവം മറന്നു പോകുന്നില്ല. അതതിന്റെ സ്ഥാനത്ത് ജീവനോടെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. जिस प्रकार से एक बच्चा गर्भ में पैदा होने के बाद जैसा ही वो धीरे 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 अपने आप उसे परिवर्तन होता रहता है, जैसे वो बढ़ता रहता है, उसी प्रकार परमेश्वर ने यदि हमारे जीवन में जो वादा दिया है वो अपने आप हम भी नहीं जानते वैसा उस वादा की उस पूर्तिकरण की ओर वो बढ़ते जाती है. അതുകൊണ്ട് രഹസ്യത്തിൽ ഉരുവാകപ്പെട്ട കുഞ്ഞ് പുറത്തു വരുമ്പോഴാണ് നാം അറിയുന്നത് ദൈവമേ കഴിഞ്ഞ 9 മാസവും അല്ലെങ്കിൽ 10 ദിവസവും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. उसी प्रकार से जब चुपके से या रहस्य में पैदा हुआ उस बच्चा 9 महीने के बाद जब बाहर आता है, उसी प्रकार हमें भी लगता है जब उस वादा को प्राप्त कर लेते हैं कि हे परमेश्वर ये 9 महीना तू किस प्रकार से हमें चला रहा था और हम उस वादे की पूर्तिकरण की ओर चल रहे थे. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം അരുളി ചെയ്ത നിവർത്തിയാകുമ്പോൾ നാം കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാക്കുന്ന വാഗ്ദത്തങ്ങള് ദൈവം നിങ്ങളോട് അരുളി ചെയ്ത അരുളപ്പാടുകള് നിവർത്തീകരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കൈകൾ എടുത്തിട്ട് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ദൈവമേ അവിടുന്ന് അരുളിച്ചത് നിവർത്തിയാക്കിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ടോ? और जिस प्रकार से बच्चा पैदा हो जाती है और बच्चे जब हमारे हाथ पर आ जाते हैं तो हम उसे उठाकर जैसे हम उसकी स्तुति करते हैं, आनंद देते हैं, उसी प्रकार क्या हम हमारे जीवन में भी जब वादा को प्राप्त करते हैं और प्राप्त करने के बाद उस वादे को उठाकर परमेश्वर के नाम की महिमा क्या हम देते हैं. അതുപോലെ തന്നെയാണ് അതിന് എക്സാമ്പിൾ ആണ് യേശുവിന്റെ അമ്മയായ മറിയ. उसका एक एग्जाम्पल है यीशु की माता मरिया. ദൂതൻ അവളോട് സംസാരിച്ചതും स्वर्गदूत ने जब उससे बात किया, ശിമയി അവളോട് പറഞ്ഞതും शिमय ने जिसे वो कहा അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. उसने हृदय में संभाल कर रखा. അതെല്ലാം നിവർത്തിയായപ്പോൾ അത് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. जब वो पूरा हुआ तो उसने परमेश्वर की महिमा दिया. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ആലോചനകളെ നിങ്ങൾക്ക് തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ വരും ദിവസങ്ങൾ നിങ്ങൾ ആലയത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ഈ വാഗ്ദത്ത നിവർത്തീകരണം കണ്ടുകൊണ്ട് കടന്നു വരുവാനിടയായി തീരും. जब परमेश्वर आज आपसे भी कुछ वादा देते हैं, आज जिससे आपसे कुछ कहते हैं, तो अगली बार जब इस कलीसिया पर आओगे तो आप उस वादा की पूर्तिकरण को प्राप्त कर कर आप इस कलीसिया में आने पाओगे. അബ്രഹാം ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുവാൻ തുടങ്ങി. अब्राहम जो है परमेश्वर की वादा के हिसाब से चलने लगा. ഒരു ദിവസം കൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിച്ചില്ല. एक ही दिन में पूरी वादा प्राप्त नहीं किया. അബ്രഹാം അറിയാതെ തന്നെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നടക്കുകയാണ്. अब्राहम जाने अनजाने ही उस वादे की ओर चल रहा था. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് നിവർത്തിയാകുമെന്ന് പറഞ്ഞത് നിങ്ങൾ വെളിപ്പെടാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതിന്റെ നിവർത്തീകരണത്തിന്റെ സമയമായിരിക്കുന്നുവെന്ന്. आज के इस दिन पवित्र आत्मा आपसे इस प्रकार कहता है कि पिछले दिनों में जो वादा परमेश्वर ने आपसे किया है, यदि आपको लगता है कि वो काफी दिन हो चुका है, वो अभी असंभव नहीं, लेकिन पवित्र आत्मा आपसे कहता है कि वो उसका पूर्ति होने का टाइम हो चुका है. യഹോവയുടെ വായ അരുളി ചെയ്തൊക്കെ നിവർത്തിയാകും. परमेश्वर की जबान जो कहता है वो सब पूरा होता है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെ എന്നെ ഹേമിക്കുന്നു യഹോവ അരുളി ചെയ്തൊക്കെ നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ആരെങ്കിലും ദൈവത്തിന്റെ ആലോചന ലോകത്തിന് അസാധ്യമായത് അത് നിവർത്തിയാകയില്ല എന്ന് പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു നിനക്കത് നിവർത്തിയാകുമെന്ന് പറഞ്ഞ ദൈവിക വാഗ്ദത്തത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അത് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. അത് വിശ്വസിച്ചവള് അത് നിവർത്തിയാകുവാൻ പോകുകയാണെന്ന്. पवित्र आत्मा मुझे इस बात को दोहराने के लिए कह रहा है कि पवित्र आत्मा परमेश्वर ने जो वादा आपको दिया है, भले ही वो काफी वक्त निकल चुका हो, संसार ने कहा हो कि ये पूरा नहीं हो सकता, लेकिन यदि
परमेश्वर ने अपनी जुबान से कहा है तो उसे विश्वास करते हुए उसे यदि आप विश्वास करते हो कि वो पूरा होगा तो आप भाग्यवती है, वो जरूर आपके जीवन में पूरा होगा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെ എന്നെ ഹേമിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പോവുകയാണ്. അല്ലെ, ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു കനൽ പോലെ ഒരു വചനം എന്റെ ഹൃദയത്തിൽ തരുവാനിടയായി തീർന്നു. जिस प्रकार से पवित्र आत्मा मुझे अगुवाई दे रही है, मैं उस प्रकार से आगे चलना चाहती हूँ। जब मैं यहाँ पर आ रही थी तो परमेश्वर ने मुझे एक वचन दिया, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി നീ ഒരു അടയാളം ചെയ്യണമേ. जो मुझे देखकर मेरी निंदा करते हैं वो लज्जित होने जैसा परमेश्वर मुझे आशीषित करना। ഇന്ന് പകൽക്കാലം നിങ്ങൾ ചുറ്റുപാടുകളുടെ മുമ്പിൽ നിങ്ങളെ പകയ്ക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ലജ്ജിതരായിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. അവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്, അവരോട് പ്രതികാരമല്ല, അവരുടെ വായടയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണെന്ന്. आपके जीवन में कोई भी आपके बाजू वाले या कोई भी हो जो आपकी निंदा करते हो, आपको लगता है कि आप सबके बीच में लज्जित हो चुके हो, तो पवित्र आत्मा आपसे कहना चाहता है कि उनके बीच में जैसा उनका जुबान बंद हो जाए उस प्रकार से उस लेवल तक परमेश्वर आपको आशीषित करना चाहता है। ये हमारा बदला लेने के लिए नहीं, लेकिन केवल इसके लिए कि परमेश्वर के नाम की महिमा हो। അതിന് നമുക്ക് എക്സാമ്പിൾ ആണ് മോശ. പ്രൈസ് ദി ലോർഡ്. उसका एक उदाहरण है मूसा। തന്റെ സഹോദരി പോലും പിറുപിറുക്കാൻ തുടങ്ങി, നിന്നെ മാത്രമേ അല്ലല്ലോ ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളൂ, ഞങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു അഹങ്കാരവും നിങ്ങളവും കടന്നു വരുവാനിടയായി. उसकी बहन भी मूसा के विरुद्ध में जब बात करने लगी, क्या केवल तुझे ही परमेश्वर ने बुलाया है, क्या परमेश्वर ने मुझे ही बुलाया, इस प्रकार से एक अहंकार की बात उसकी बहन के मुंह से निकला। മോശയല്ല അതിന് മറുപടി കൊടുത്തത്, യഹോവയായ ദൈവം തന്നെ. लेकिन मूसा ने नहीं उसका जवाब दिया, यहोवा परमेश्वर ने उसको जवाब ഇന്ന് दिया। പകൽക്കാലം നിങ്ങളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ആരെങ്കിലും പിറുപിറുക്കുന്നെങ്കിൽ, ആരെങ്കിലും നിനക്ക് വിരോധമായി ഏഷണി പറയുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മോശയെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ആ തെരഞ്ഞെടുത്ത ദൈവം തന്നെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവം തന്നെ തെരഞ്ഞെടുത്തതെന്ന് തെളിയിക്കാൻ പോവുകയാണെന്ന്. आपको भी परमेश्वर ने चुना है और आपके चुनाव के विरुद्ध में यदि कोई आपसे कुछ कहता है, आपको लज्जित कराता है, आपको निंदा कराता है, तो पवित्र आत्मा आपसे कहना चाहता है कि आप नहीं, जिस प्रकार से मूसा के साथ परमेश्वर रहकर मूसा के लिए परमेश्वर ने कार्य किया, वैसा ही परमेश्वर आपके लिए काम करने वाला है। നിനക്കൊരു തണുപ്പും ഒരു മടുപ്പും ഒരു നിരാശയും തോന്നുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ലേവി ഗോത്രത്തിന്റെ വടി യഹോവയുടെ ആലയത്തില് അല്ലെങ്കിൽ സമാപന കൂടാരത്തിൽ വെച്ച് ഒരു ദിവസം കൊണ്ട് അതിന്റെ മേൽ ജീവൻ പകർന്നുവെങ്കിൽ അത് തളിർത്തു പൂത്ത് ഫലം കൊടുത്തതുപോലെ ഹല്ലേലൂയ ജനത്തിന്റെ മധ്യത്തിൽ നിന്റെ ഹല്ലേലൂയ വടിയെ ദൈവം തളിർപ്പിക്കാൻ പോകുകയാണെന്ന്. यदि आपको ऐसा लगता है कि आप थक चुके हो, आप निराश है, तो आप इसको याद कीजिए कि जिस प्रकार से लेवी गोत्र का जो वो डंडी जो था, वो लकड़ी जो था, वो उसके संदूक में रखने के बाद एक दिन में जिस प्रकार से वो सूखा हुआ लकड़ी के ऊपर जीवन आया, उसी प्रकार आपके जीवन में भी सूखापन के हर अवस्था में जहां पर आप पराजित हो चुके हैं, उस अवस्था में परमेश्वर आपके जीवन में बदलाव लाने वाला है। അതുപോലെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ലോകം നോക്കിയപ്പോൾ അവനൊരു തലമുറ ഇല്ലാത്തതുകൊണ്ട് ഇവൻ വാടി വലന്ന് ഒലഞ്ഞ് തകർന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് जिस प्रकार से जो लोगों ने अब्राहम को देखा तो अब्राहम के परिवार में संतान नहीं था, तो इस प्रकार से लगा कि वो थक जाएगा, वो पराजित हो जाएगा, എന്നാ ദൈവത്തിനെ തളിർപ്പിക്കാൻ പോയെന്ന്. और परमेश्वर ने लेकिन उसे परमेश्वर से ठंडा जीवन दिलाने के लिए गया। അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും അനുസരിക്കുന്നവരുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. तो आज इस प्रकार से आज्ञा का पालन करने वालों के लिए काम करने वाला एक 22 परमेश्वर। അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ जब 22 अध्याय की जो पहली पद हम जब पढ़ेंगे, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ, उसके बाद परमेश्वर ने किस प्रकार से अब्राहम की परीक्षा ली। അബ്രഹാമേ എന്ന് വിളിച്ചതിന് अब्राहमे ऐसा कहकर ഇതാ എന്ന് അവൻ പറഞ്ഞു. उसने कहा हाँ परमेश्वर। ഇന്ന് പകൽക്കാലം അബ്രഹാമിന്റെ ജീവിതത്തിലെ ഈ ഒരു പരീക്ഷയിലേക്ക് ദൈവം കൊണ്ടുവന്നത് അവന്റെ ജീവിതത്തിൽ മാറ്റേണ്ടതിനെയൊക്കെ മാറ്റിയതിനു ശേഷം ദൈവം അവനെ വ്യക്തിപരമായി വിളിച്ചിട്ട് അല്ലെ ദൈവം അവനോട് സംസാരിക്കുകയാണ്. परमेश्वर उसको इस प्रकार से एक परीक्षा में लेकर आकर उसके जीवन से कुछ बातों को जो हटाना था वो हटाकर परमेश्वर उससे आज बात कर रहा है। ദൈവത്തിന്റെ വിളിക്ക് അബ്രഹാം ഏത് സമയത്തും അവൈലബിൾ ആയിരുന്നു. परमेश्वर के बुलाने के समय पर हर समय अब्राहम जो था वो उपलब्ध था। അബ്രഹാം ഒരിക്കലും ആ വിളിക്ക് ഞാൻ ഇതാ എന്ന് പറഞ്ഞാണ് ഏത് സമയത്തും ദൈവത്തിന്റെ ശബ്ദത്തെ അവൻ ഉൾക്കൊണ്ടിരുന്നത്.
हर बुलावट के समय जब परमेश्वर ने जब भी अब्राहम को बुलाया है तो अब्राहम ने इस प्रकार से कि देख मैं यहाँ हूँ ऐसा कहकर उसने उसका उत्तर दिया है। അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അതൊന്ന് കാണിക്കുന്നു. ये अब्राहम और परमेश्वर के बीच के रिश्ता को दिखाता है। കഴിഞ്ഞ പ്രാവശ്യം ദൈവം അവനോട് അരുളി ചെയ്തപ്പോൾ ദൈവം അവനത് അനുസരിച്ചു. पिछली बार जो परमेश्वर ने उसे बोला था परमेश्वर ने अब्राहम ने उसे पूरा किया। തന്റെ ദൈവം അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം താമസിക്കുവാൻ അല്പം ഇടയായപ്പോൾ അവൻ ഇച്ചിരി വ്യതിചലിച്ചു പോയെങ്കിലും परमेश्वर की वादा उसके जीवन में पूरा होने के लिए थोड़ा डिले हुआ देरी हुआ तो थोड़ा सा उसने खुद से कुछ काम किया। അവനെ പുറത്താക്കുവാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അതുപോലെ അനുസരിപ്പാനിടയായി. लेकिन परमेश्वर ने जब उसे कहा कि उसे बाहर निकाल दे तो वो मानने के लिए भी तैयार हो गया। ഇനി ദൈവത്തിന് ഐശ്വര്യമായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനുണ്ട്. अब परमेश्वर जो है उसको अच्छे से अनुग्रह करने के लिए तैयार है। ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് അല്ലെങ്കിൽ മുമ്പായിട്ടാണ് ദൈവം അവനെ പരീക്ഷിക്കുന്നത്. उस आशीषित देने से पहले परमेश्वर उसकी परीक्षा लेना चाहा। ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ ഞാൻ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുകയാണെന്ന്? यदि इस प्रकार से आज आपके मध्य में से कोई कहता है क्या कि मैं परीक्षा में हूँ मैं परीक्षा में हूँ मैं परीक्षा में हूँ। നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. हमारा परमेश्वर हानि के लिए हमारी परीक्षा नहीं करता। നിനക്ക് ദോഷമെന്ന് തോന്നിയാലും നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മയിലേക്ക് അർഹതയില്ലാത്തതിലേക്ക് യോഗ്യതയില്ലാത്തതില് നിന്റെ കണ്ണുപോലും അത്ഭുതം കൊണ്ട് തുറന്നു പോകത്തക്കവണ്ണമുള്ള ദൈവിക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാ. भले ही तुझे ऐसा लगे कि ये हानि के लिए है लेकिन परमेश्वर पिता उस परीक्षा के बाद में जिसने तूने कभी देखा नहीं सोचा नहीं ऐसे परमेश्वर के द्वारा उसके आशीषों की ओर परमेश्वर ले जाना चाहता है। അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അന്ന് തന്നെ അതിരാവിലെ എഴുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവം അവനോട് അരുളി ചെയ്ത ആ വലിയ കാര്യം നിവർത്തീകരിക്കുവാൻ യാത്രയായി. परमेश्वर अब्राहम ने उसी दिन परमेश्वर के द्वारा प्राप्त किया उस बात की आज्ञा का पालन करने के लिए वो तैयार होकर निकला। അബ്രഹാമിനോട് പറഞ്ഞത് നിന്റെ ഏകജാതൻ നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ പ്രൈസ് ദി ലോർഡ്. अब्राहम से परमेश्वर ने कहा कि जो तेरा एकलौता पुत्र है जिसे तू प्यार करता है उस बेटे को। ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഹൃദയം ഏതിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഏതിനോടാണ് പ്രിയമെന്നും ദൈവത്തിന് നന്നായി അറിയാം. आज परमेश्वर जानता है कि आपका जो मन है वो कहाँ पर लगा हुआ है। आपको किस और लगा हुआ है आपका मन। ദൈവം സംസാരിക്കുന്നത് സംശയത്തിൽ സംസാരിക്കത്തില്ല, വ്യക്തിപരമായിട്ടാണ് സംസാരിക്കുന്നത്. परमेश्वर जो है वो ऐसे शक में बात नहीं करता वो स्पष्टता में बात करता है। അബ്രഹാമിന് മനസ്സിലായി മറ്റാരെയും അല്ല ഇസ്മായേലിനെ അല്ല ഞാൻ സ്നേഹിക്കുന്ന ഞാൻ കാത്തിരുന്ന ദൈവം അരുളി ചെയ്ത വാഗ്ദത്തം അല്ലെ നിവർത്തിയാകുവാൻ താമസിച്ചപ്പോൾ അതിനു പകരമായി പല കാര്യങ്ങളും വന്നെങ്കിലും അതിനെ അല്ല ദൈവം ചോദിക്കുന്നത്. എന്നോട് അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തന്നെ ദൈവം ഓർത്തിട്ട് അതിനെയാണ് ദൈവം ചോദിക്കുന്നത്. अब्राहम को इस बात की स्पष्टता थी कि परमेश्वर इस्माइल को नहीं पूछ रहा है लेकिन परमेश्वर उससे पूछ रहा है जिस पर मेरा मन लगा है जिसे मैं सबसे ज्यादा प्यार करता हूँ। मैं काफी साल इंतजार करने के बाद मैंने प्राप्त किया हुआ उस एकलौते पुत्र बेटा को परमेश्वर मांग रहा है। അബ്രഹാം അതിന് തടസ്സം പറയാതെ അതിരാവിലെ ഒരുക്കമുള്ളവനായതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റത്. पर अब्राहम ने उसे मना नहीं किया। तैयार होने के लिए वो काफी सुबह उठा है അതിനുവേണ്ടി ഒരുങ്ങി യാത്രയായി. और उसे तैयार होकर यात्रा आरंभ किया। ദൂരമേ വെച്ച് തന്നെ ആ സ്ഥലം കണ്ടു എന്ന്. दूर से ही उसने उस स्थान को देख लिया। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്കത് വിഷമമായി തോന്നിയാലും നിങ്ങൾ ദൈവമാണ് നിങ്ങളോട് അരുളി ചെയ്തതെന്ന് ഉള്ള ബോധ്യമുള്ളവരായി നിങ്ങൾ അതിനെ ദൂരമേ വെച്ച് കാണാറുണ്ടോ? परमेश्वर की आत्मा आपसे पूछना चाहता है कि परमेश्वर आप कुछ कहा हुआ वादा भले ही आपको अभी के समय पर वो आपको दिक्कत लगे लेकिन क्या आप उस वादे को दूर से ही उसे देखना चाहते हो? അതിന്റെ അർത്ഥം ആ ദൈവത്തോടുള്ള ഭയവും ദൈവസന്നിധിയിൽ ദൈവം അരുളി ചെയ്ത ദൈവിക കാര്യത്തെ നിവർത്തീകരിക്കാനുള്ള തന്റെ ഹൃദയത്തിലെ ഉത്സാഹമാണ് കാണുന്നത്. ये हमें ये दर्शाता है कि उसके जीवन में किया उस वादे को पूर्तिकरण में जितना उसके अंदर एक इच्छा था उसकी उस इच्छा को दिखा रहा है। ദൈവത്തിന് മടിയന്മാരെ അല്ല വേണ്ടിയത്, ദൈവത്തിന് ഉത്സാഹമുള്ളവരെയും എരിവുള്ളവരെയും തീഷ്ണതയുള്ളവരെയാണ് ദൈവത്തിന് വേണ്ടിയത്. परमेश्वर आलसी लोगों को पसंद नहीं करता। परमेश्वर उनको चाहता है जो परमेश्वर के लिए उत्सुकता के साथ काम करे। ദൈവം കാണിച്ച മലയിൽ തന്നെ മകനെ യാഗം കഴിപ്പാനായിട്ട് കടന്നുപോയി. परमेश्वर द्वारा दिखाया उसी पर्वत पर बेटा का बलि चढ़ाने के लिए वो गया। വ്യവസ്ഥ പ്രകാരം മുന്നേറി
परमेश्वर वचन के हिसाब से वो आगे बढ़ा, തന്റെ മകനെ യാഗം കഴിക്കേണ്ടി വന്നില്ല. अपने बेटे को बलि चढ़ाना नहीं पड़ा। ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, അതു വേണ്ട എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? पवित्र आत्मा आपसे पूछना चाहता है, वो नहीं चाहिए ऐसा कहकर कोई यहाँ पर बैठ रहा है? അതോ ദൈവത്തിന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? आपकी इच्छा के लिए कि आपने परमेश्वर की इच्छा को नहीं कहा है? ഇന്ന വഴി പോകണ്ട എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കൂടാതെ അത് ലാഭമെന്നും നല്ലതെന്നും ലോകം പറഞ്ഞത് കൊണ്ട് ഞാൻ തെരഞ്ഞെടുത്തെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? परमेश्वर ने कहा है कि ये रास्ता पर मत चल, लेकिन दुनिया वाले का सुनकर ये मेरे लिए अच्छा है ऐसा सोचकर कि आपने आपके राहों को चुना है? ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ഒരു അവസരം ദൈവം തരികയാ. तो परमेश्वर आज आपको एक मौका देता है कि अब लौट कर आ ഇന്ന് जाए। പകൽക്കാലം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് മടക്കി വിടുവാൻ ദൈവം आज ആഗ്രഹിക്കുന്നു. परमेश्वर अच्छे से आपको आशीषित कर कर यहाँ से लौटाना चाहता അബ്രഹാം है। പോയതുപോലെ അല്ല മടങ്ങി വരുന്നത്. अब्राहम जिस प्रकार से गया वैसा नहीं वो वापस आता ബാലനെ है। യാഗം കഴിക്കുവാനൊക്കെ താൻ ഒരുങ്ങി. वो बेटे को बलि चढ़ाने के लिए वो तैयार तो हुआ। അപ്പോഴും ദൈവത്തിന്റെ ഒരു അബ്രഹാം എന്ന് വിളിച്ച ആ വിളി അബ്രഹാം കേട്ടു. उस समय पर भी परमेश्वर ने अब्राहम करके बुलाया और उस आवाज को भी अब्राहम ने सुना। അബ്രഹാമിനെ മകനെ യാഗം കഴിപ്പാൻ വിളിച്ചത് മാത്രമല്ല കേട്ടത്, യാഗം കഴിപ്പാനായി വാളോങ്ങി നിൽക്കുമ്പോഴും അവന്റെ ഹൃദയം പതറിയില്ല, അവന്റെ കാത് ദൈവത്തിന്റെ തിരുവായോടെ ചേർന്നിരുന്നു. मैंने उसके बेटे को बलि चढ़ाने के लिए जिस समय परमेश्वर उसे कहा था, केवल वो बुलाना ही नहीं सुना था, लेकिन वहां पर पर्वत पर चढ़ने के बाद भी जब परमेश्वर ने वहां पर बुलाया वो आवाज भी सुनने के लिए अब्राहम तैयार था। അബ്രഹാം ആ മലയിറങ്ങി വരുന്നത് ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ച്, ദൈവം ഒരുക്കിയ യാഗവസ്തുവിനെ യാഗം കഴിച്ച്. अब्राहम किस प्रकार से वो लौट कर आता है? परमेश्वर दिया हुआ उस बलि को चढ़ाकर खुशी के साथ वो लौट कर തന്റെ आता है। മകനുമായി ഇറങ്ങി വരുമ്പോൾ ദൈവം പിന്നെയും സംസാരിച്ചു. जब वो बेटे के साथ उतर कर आता है परमेश्वर वापस उससे बात किया। ദൈവം ഐശ്വര്യമായിട്ട്, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. मैं तुझे काफी अच्छे से आशीषित ഇന്ന് करूंगा। പകൽക്കാലം നിങ്ങൾ കടന്നു വെറും ഒരു അനുഗ്രഹമല്ല, ദൈവത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്ന ഐശ്വര്യം. आज आप केवल साधारण अनुग्रह को लेकर नहीं, लेकिन परमेश्वर की ओर से खास तौर से जो अनुग्रह है जो हमेशा रुका रहता है, वैसा अनुग्रह को प्राप्त कर कर आप लौटेंगे। പിന്നെ അവന്റെ സന്തതിയെ കുറിച്ച് ദൈവം അരുളി ചെയ്യാണ്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരെ മണത്തെ അത്യന്തം വർദ്ധിപ്പിക്കുമെന്ന്. इस कारण मैं निश्चय तुझे आशीष दूंगा और तेरे वंश को आकाश के तारागण और समुद्र के तीर के बालू के किनकों के समान अनगिनत करूंगा। നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ പണിയുമെന്ന്. और तेरा वंश अपने शत्रुओं के नगरों को अधिकारी होगा। ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ തലമുറകൾക്കുള്ള വാഗ്ദത്തങ്ങളെ കൂടെ ദൈവം പകരുകയാണ്. पवित्र आत्मा जो है वो पीढ़ियों का वादा यहाँ पर दे रहा है। അത് ദൈവം അബ്രഹാമിനോട്, നീ എന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് തലമുറയ്ക്കാണ് അതിന്റെ അനുഗ്രഹം പിന്നെയും കൊടുക്കുക. परमेश्वर अब्राहम से इस प्रकार से कहता है कि तूने मेरे बात का पालन किया, इसके लिए तेरा आशीष जो है पीढ़ी को भी दे रहा हूँ। വിളിച്ചപ്പോൾ അബ്രഹാമിനോട് അബ്രഹാമിനെ ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞെങ്കില്, जब बुलाया तो अब्राहम से कहा कि मैं तुझे ऐसे 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 बनाऊंगा। താൻ പ്രിയപ്പെടുന്ന തന്റെ മകനെ യഹോവയ്ക്ക് മടക്കി കൊടുക്കുവാൻ മനസ്സുള്ളവനായതുകൊണ്ട്, उसने जिस पर प्रिय था उस बेटे को परमेश्वर को देने के लिए वो तैयार हुआ, इसलिए തന്റെ സന്തതിയെ കുറിച്ചുള്ള ദൈവിക അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും കൊടുക്കുവാനിടയായി. उसने अपने पीढ़ी के भी जो आशीष है अनुग्रह है वो परमेश्वर उसे ഇന്ന് देने പകൽക്കാലം लगा। നിങ്ങളുടെ തലമുറയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും यदि आज के दिन आपने आपकी पीढ़ी को नहीं भी देखा നിങ്ങളുടെ होगा, തലമുറ എങ്ങനെയായിരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. आपकी पीढ़ी कैसा होगा परमेश्वर आपसे कहना चाहता നീ है। വിശ്വസിച്ചാൽ, यदि तू विश्वास നീ करे, ദൈവത്തിന് വേണ്ടി നിന്നാൽ, यदि तू परमेश्वर के लिए खड़ा रहे, നിന്നെ മാത്രമല്ല केवल तुझे ही नहीं നിന്റെ ശേഷം तेरे बाद നിന്റെ തലമുറയെ കുറിച്ച് तेरे पीढ़ी के लिए ദൈവം അരുളി ചെയ്യുകയും परमेश्वर वादा देता है। അബ്രഹാം ചെയ്ത വാഗ്ദത്തത്തെ ഓർത്ത് अब्राहम ने जो किया उसको स्मरण करते हुए തലമുറയിൽ അത് നിവർത്തിയിരിക്കുന്ന ഒരു ദൈവമാ. और पीढ़ी पर वो पूरा करने वाला परमेश्वर है। അതുകൊണ്ട് തലമുറയുടെ പിന്നത്തതിൽ പറയും, इसके लिए पीढ़ी से फिर कहेगा, നിന്റെ അപ്പനായ അബ്രഹാം ഉണ്ടല്ലോ, तेरा पिता जो अब्राहम था ना, നീ ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് उसने परमेश्वर का पालन किया, इसलिए തലമുറയായ നിന്നെയും ദൈവം അനുഗ്രഹിക്കുകയാണ്. पीढ़ी तुझ पे परमेश्वर आशीषित करेगा। ഇന്ന് പകൽക്കാലം आज के इस ഈ समय വചനങ്ങളാൽ इस वचन से ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबको आशीषित करे। നമ്മുടെ തലമുറയിലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും हमारे पीढ़ियों के लिए जो परमेश्वर का वादा അവർ है നിവർത്തിയിരിക്കാനിടയാക്കട്ടെ. वो पूरे होने पाए। ദൈവം അബ്രഹാമിനെ നോക്കി പറയുന്നത് പോലെ परमेश्वर ने जिस प्रकार अब्राहम से देखकर कहते നമ്മുടെ हैं, പേര് പറയാൻ ലജ്ജിക്കാതിരിക്കട്ടെ. हमारा नाम कहने के लिए उसे लज्जित न होना पड़े। ഇത്രയും സമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. इतने समय तक परमेश्वर ने उसके सानिध्य में होने के लिए सहायता की, इसलिए परमेश्वर को धन्यवाद देती हूँ। ആമേൻ. आमीन।
നിമിഷങ്ങൾ നമ്മളെ കേട്ട വചനത്തെ ഒന്ന് റാപ്പപ്പ് ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. कुछ समय जो हमने वचन सुना उसको जरा समराइज करके प्रार्थना करेंगे. ഇന്ന് പറഞ്ഞ വചനങ്ങളെല്ലാം കണക്റ്റഡ് ആണ്. आज जो कहा हुआ सारे वचन एक दूसरे साथ जुड़ा हुआ है. 51 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, कि वचन से 82 का 2 में कहता है തപ്പും ഇമ്പമുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുകയും. कि बोले कि वस्तुओं को उठा के संगीत गाओ. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് കിട്ടാമോ അതെല്ലാം എടുത്ത് സംഗീതം തുടങ്ങണം. वीणा मधुर सब उठा के जो है संगीत गाओ. എന്ത് സംഗീതം, എന്ത് ഉപകരണം വെച്ച് സംഗീതം അല്ലേ ഹല്ലേലൂയ നമ്മൾ ഉപയോഗിക്കണം. जो भी इंस्ट्रूमेंट है सबको इस्तेमाल करो. ഞങ്ങൾ പോയ ഹോസ്റ്റലില് पास्टर ने जो किया हॉस्टल में 60 പിള്ളേരുണ്ട്, പെൺകുട്ടികളാണ്, അവരെ കൊട്ടി ആർത്ത് പാടുകയാണ് കേട്ടോ. वहाँ बहुत सारे बच्चियां हैं, वो लोग बोलते हैं कि बजा के वो लोग बोलते हैं कि बहुत गाते हैं. അപ്പൊ ഭയങ്കര താളം, പ്രത്യേകിച്ചും ട്രൈബൽസിനൊക്കെ ഒരു താളബോധമുണ്ട്, നമ്മളെ പോലല്ല. അവരുടെ പാട്ട് അവർക്കൊരു താളമുണ്ട്, അവരുടെ അകത്ത് തന്നെ ഉണ്ട്. ट्राइबल से तो अच्छी तरह से वो लोग बजाते हैं. ഞങ്ങൾ നോക്കുമ്പോൾ എവിടുന്ന് ഈ നല്ല താളം വരുന്നത്? तो हमने सोचा कहाँ से ये जो ഒരു പെൺകൊച്ചു കൊട്ടി പാടുക, എവിടെ നടുക്കിരുന്ന് കൊട്ടുക കേട്ടോ. എവിടെ കൊട്ടുന്നതെന്ന് അറിയാമോ? एक छोटी बच्ची उसमें बजा रहा था. നമ്മുടെ ചോറ് വിളമ്പുന്ന ബേസിനില്ലേ, जो खाना जो निकालते बर्तन है, ബേസിനെ കൊണ്ട് കമത്തി ഇട്ടിട്ട് वो बर्तन को उल्टा रखे ഒരു കൈ കൊണ്ട് ഹല്ലേലൂയ അടിക്കുമ്പോൾ ഒരു ബേസ് സൗണ്ടും മറ്റേ കൈ കൊണ്ട് ഒരു എന്താ പറഞ്ഞ ഒരു ടൂത്ത് ബ്രഷും പിടിച്ചോണ്ട് അടിയ ഹല്ലേലൂയ അടിച്ചു തകർത്ത് പാടുക. ടൂത്ത് ബ്രഷും ബേസിനും വെച്ച് അയ്യോ എന്തൊരു സംഗീതമാണെന്നറിയാം. എന്റെ കൂടെയുള്ള പാസ്റ്റർ പറഞ്ഞു ഇവർക്കൊക്കെ നല്ല ഡ്രം സെറ്റ് വാങ്ങിച്ചു കൊടുത്ത് എന്തൊരു അടി അടിച്ചേ ഇവര്. ഈ ബേസിനിൽ ഇത്ര തകർപ്പൻ എന്താ പറയുന്നത്. वो बर्तन में एक हाथ से हाथ बजाता था, दूसरे हाथ से टूथब्रश उठा के मारता था. എല്ലാ സംഗീത ഉപകരണം കൊണ്ടും കർത്താവിനെ സ്തുതിക്കട്ടെ. सारे संगीत के साथ परमेश्वर को धन्यवाद दे. നമുക്ക് ഇലക്ട്രിക് ഗിറ്റാറും വന്നു, ദൈവത്തിന്റെ സ്തോത്രം. हमें इलेक्ट्रिक गिटार है, परमेश्वर ദൈവത്തെ धन्यवाद दे. സ്തുതിച്ചാട്ടെ, ഒന്ന് നന്ദി പറഞ്ഞാട്ടെ, परमेश्वर धन्यवाद दे. ഇന്ന് ആദ്യമായിട്ടല്ലേ നേരത്തെ കൊണ്ടുവന്നായിരുന്നു മോനെ? ഇല്ല, ഫസ്റ്റ് ടൈം നമ്മുടെ ചർച്ചിൽ ഇലക്ട്രിക് ഗിറ്റാർ ഇന്ന് വന്നിരിക്കുക. आज पहली बार इलेक्ट्रिक गिटार चर्च में आया है. എത്ര നല്ലവനാ കർത്താവ്, कितना भला है वो. കർത്താവിനെ നമ്മളാൽ കഴിയുന്നവണ്ണം നമ്മൾ സ്തുതിക്കണം. परमेश्वर को जितना हमसे हो सकते उतना हमें धन्यवाद देना है. എന്തിനാ സ്തുതിക്കേണ്ടത്? कितना स्तुति करना है. क्यों? കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം 71 ആണെന്ന് എന്റെ ഓർമ്മ അല്ലേ? कि पिछले हफ्ते 71 അല്ലേ 71 पढ़ा मुझे लगता है. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച 71 ഈ കഴിഞ്ഞ ഏതോ ഒരാഴ്ച നമ്മൾ വായിച്ചിരുന്നു. ഹല്ലേലൂയ. എനിക്കൊന്ന് ഹിന്ദി സർവീസിനായിരിക്കും അല്ലെങ്കിൽ മലയാളം സർവീസിനായിരിക്കാം. രണ്ട് സർവീസിന് രണ്ട് സങ്കീർത്തനം വായിച്ചത്. മലയാളം സർവീസിന് 71 വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. 71 സങ്കീർത്തനം അതിന്റെ പ്രത്യേകത ഹല്ലേലൂയ 71 का जो खासियत है, ജീവിതത്തിൽ ഇനി മുന്നോട്ടൊരു ഭാവിയില്ലെന്നൊക്കെ ചിന്തിക്കുന്നതിന് മനുഷ്യനോട് ദൈവം പറയുക, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന്. कि इस प्रकार वो व्यक्ति को लगता है कि जीवन में भी आगे कोई उम्मीद नहीं, उसको बोलते हैं कि तेरा बाल पकने तक तेरा संभाल होगा. പ്രായമായാലും നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തീരത്തില്ല. हमारा उम्र कितना भी हो जाए, परमेश्वर की जो हमारे ऊपर जो योजना है वो समाप्त नहीं होगा. നിരാശപ്പെടണ്ട, निराशित मत हो, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. परमेश्वर हमारे साथ ഈ रहेगा. 71 സങ്കീർത്തനത്തിലും ഇതേ വാക്യമുണ്ട്. ये 71 में भी यही कहता है. അതിന്റെ 23 വാക്യം ഹല്ലേലൂയ. उसकी 23वीं आयत ഒന്ന് വായിക്കണമേ അമ്മ, ഒന്നുകൂടി പറഞ്ഞേ എങ്ങനെയാണ്? ജബ് മേ തെരാ വചൻ ഗാവൂംഗാ. ഓക്കെ, അതിന്റെ ഒരു വാക്യം കൂടി മേളിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. 21 വാക്യത്തിലാണ്, എൻ്റെ ദൈവമേ ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും. 22 സാരംഗി ബജാക്കർ മേ ഗാവുക. ഇവിടെ ഇംഗ്ലീഷിൽ ആ വാക്യം എങ്ങനെയാണെന്നറിയാം? ഹല്ലേലൂയ. എൻ്റെ കയ്യിലുള്ള ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് സോ ഐ വിൽ എന്നാണ്. സോ ഐ വിൽ, അതുകൊണ്ട് ഞാൻ അല്ലേ? സോ ഐ വിൽ ലിഖ, അതുകൊണ്ട് ഞാൻ. अंग्रेजी में एक ट्रांसलेशन में इस प्रकार लिखा है, इसके लिए मैं. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ കാരണം എന്താ? उसका अर्थ क्या है? അതിന്റെ മേളിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. उसके आगे कुछ कहता है. അതുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. इसके लिए मैं परमेश्वर को धन्यवाद दूंगा. അതുകൊണ്ട് ഞാൻ വീണ വായിക്കും. इसके लिए मैं सारंगी बजाऊंगा. അതുകൊണ്ട് ഞാൻ കിന്നരം വായിക്കും. इसके लिए मैं गीत അതുകൊണ്ട് गाऊंगा. ഞാൻ കൈത്താളത്തോടെ സ്തുതിക്കും. इसके लिए मैं हाथ ताली बजा के गाऊंगा. ദാവീദ് എഴുതിയപ്പോൾ അതൊക്കെ കേട്ടോ. ये दावीद ने लिखा है. ഇന്ന് നമ്മൾ സങ്കീർത്തനം എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? आज हम किस प्रकार गाएंगे? അതുകൊണ്ട് ഞാൻ ഗിറ്റാർ അടിക്കും. इसके लिए मैं गिटार को बजाऊंगा. അതുകൊണ്ട് ഞാൻ ഡ്രംസ് അടിക്കും. इसके लिए मैं ड्रम्स बजाऊंगा. ശരിയല്ലേ? ഇന്ന് നമുക്കുള്ള ഉപകരണങ്ങളുടെ പേര് ഇവിടെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ കീബോർഡ് വായിച്ച് കർത്താവിനെ സ്തുതിക്കും. इसके लिए मैं कीबोर्ड गा के परमेश्वर को धन्यवाद दूंगा. ആമേൻ, 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 ആമേൻ. അതുകൊണ്ട്
എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഹല്ലേലൂയ. അവിടെ അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് उसको ऊपर का भागों जब हम पढ़ेगा also with the lute हाँ, and also അതെ, അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് उसके ऊपर का आयत इस प्रकार लिखा है, നീ എനിക്ക് വേണ്ടി മഹാകാര്യങ്ങൾ പ്രവർത്തിച്ച ദൈവമാണ്. तू मेरे लिए बड़े कार्य किया हुआ परमेश्वर है. കർത്താവ് വൻ കാര്യങ്ങൾ എനിക്കായി ചെയ്തിരിക്കുന്നു. परमेश्वर बड़ा कार्य मेरे लिए किया है. വിശ്വസിക്കാൻ പറ്റുമോ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്? क्या आप विश्वास कर सकते हैं परमेश्वर हमारे लिए बड़ा कार्य किया? आमीन. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, उसके अगले आयत में कहता है, നിന്നോട് തുല്യൻ ആരുമില്ല, നിന്നെപ്പോലൊരു ദൈവമില്ല. तेरे जैसा कोई परमेश्वर नहीं है. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, बहुत सारे संकट और हमें जो दिखाया वो നീ परमेश्वर, ഞങ്ങളെ പിന്നെയും ജീവിപ്പിക്കണമേ. तू हमें फिर से जीवित करना. ഇതിന്റെ അർത്ഥം എന്താ? इसका अर्थ क्या है? ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി കഷ്ടങ്ങളും സങ്കടവും വന്നു. हमारे जीवन में बहुत सारे कठिनाई और कष्ट दिखा. കാണുമാറാക്കി. അന്നെല്ലാം ഞങ്ങളെ ജീവിപ്പിച്ചു. उस समय तूने हमें जीवित रखा. അങ്ങനെയാണെങ്കിൽ अगर ऐसा है तो ഇനിയും ജീവിപ്പിക്കും, आमीन. अभी भी जिगाना, ഇന്നും ജീവിപ്പിക്കും. आज भी जीवित ഞാൻ करना. രാവിലെ ആരംഭത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, യേശു കർത്താവ് ലാസറിന്റെ കല്ലടക്കിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക. कि मैंने इंट्रोडक्शन में इस प्रकार कहा, यीशु मसीह लाजर की खबर में आके പിതാവേ, प्रार्थना कर നീ रहे हैं. എന്റെ എല്ലാ പ്രാർത്ഥനയും കേട്ടിട്ടുണ്ട്. पिता तू मेरे हर एक प्रार्थना को सुनता है. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയും കേൾക്കും. अगर ऐसा है तो ये प्रार्थना भी सुनेगा. നിങ്ങൾ പറഞ്ഞാട്ട് കഴിഞ്ഞ നാളുകളിൽ तुम बोलो पिछले दिनों में നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം വന്നോ, मेरे जीवन जो भी कठिनाई आई, പ്രതികൂലം വന്നോ, प्रतिकूल आया, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നോ, जब मैंने प्रार्थना की तो स्वर्ग मेरे लिए उत्तर आया, എന്നെ ജീവിപ്പിച്ചെങ്കിൽ मुझे जीवित किया तो ഇനിയും കർത്താവ് എന്നെ ജീവിപ്പിക്കും. फिर से परमेश्वर मुझे जीवित करेगा. വിശ്വാസത്തോട് പറഞ്ഞാട്ട് കർത്താവ് എന്നെ ജീവിപ്പിക്കും. विश्वास के साथ करो, परमेश्वर मुझे जीवित करेगा. അബ്രഹാമിന്റെ അനുഭവമല്ലേ നമ്മൾ കേട്ടത്? अब्राहम का अनुभव हमने सुना. അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. अब्राहम दूर से उस जगह को देखा. ഏത് സ്ഥലം കണ്ടു? कौन सा जगह को? തന്റെ മകനെ യാഗം കഴിക്കേണ്ട സ്ഥലം കണ്ടു. उसके बेटे को बलि चढ़ाने का ഒരു जगह. നല്ല അനുഭവമാണോ? एक अच्छा अनुभव है क्या? അങ്ങോട്ട് അടുത്ത് വരുന്തോറും അങ്കലാപ്പ്, വേവലാതി കൂടുകയല്ലേ ചെയ്യുന്നത്? जैसे उसके निकट आता है और दर्द बढ़ता है, ടെൻഷൻ കൂടുകയല്ലേ ചെയ്യുന്നത്? कि टेंशन बढ़ता है. കാരണം ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? क्योंकि क्या करने वाला है എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. केवल उसी को पता है वो बात. തന്റെ മകനെ യാഗം കഴിക്കാനെ കൊണ്ടുവന്ന് उसके बेटे को बलि चढ़ाने के लिए जा रहा അതിനെ है. പോലും അറിയത്തില്ല. किसी को बेटे को ही नहीं पता. 3 ദിവസത്തെ വഴിയെന്ന 3 दिन का रास्ता ഈ है. വേദപുസ്തകത്തിൽ 3 ദിവസം ഒരു പ്രത്യേകതയുണ്ട്. वचन में 3 दिन का एक खासियत है 3 ദിവസം വേർപാടിന്റെ ഡിസ്റ്റൻസ് ആണ്. कि 3 दिन जो है अलगपना का दूरी है. വേർപാടിന് ഒരു ദൂരമുണ്ട് കേട്ടോ. अलगपना की एक दूरी है. ഫറവോനോട് മോശെ എന്ന് പറഞ്ഞത്, फरौन से मूसा ने कहा എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്ക്. कि मेरे लोगों को मेरे प्रजा को आराधना के लिए छोड़. അപ്പോൾ ഫറവോൻ പറഞ്ഞു ഇവിടെ അങ്ങ് ആരാധിച്ചോളാൻ പറഞ്ഞു. तो फरौन ने बोला यहाँ ही आराधना करो. അപ്പോൾ മോശെ പറഞ്ഞു പറ്റത്തില്ല, 3 ദിവസത്തെ വഴി പോകണം. बोले नहीं होगा, 3 दिन का रास्ता सफर करना है. അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? നീയും ശത്രുവും തമ്മിൽ അത്ര ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകും. आमीन आमीन. तू और शत्रु के बीच में उतनी दूरी होना चाहिए. നീയും ലോകവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. तू और दुनिया के बीच में वो दूरी होना चाहिए. 3 ദിവസത്തെ വഴി. 3 दिन का रास्ता. ഈ യാക്കോബ് याकूब തന്റെ ആടുമാടുകൾക്കും ലാബാന്റെ ആടുമാടുകൾക്കും ഇടയിൽ 3 ദിവസത്തെ വഴി ഡിസ്റ്റൻസ് വെച്ചു. कि याकूब ने उसके जो भेड़ बकरियों को लाबान के भेड़ बकरियों के बीच में 3 दिन का दूरी रखा. 3 ദിവസം വേദപുസ്തകത്തിൽ കാണിക്കുന്നത് വേർപാടിന്റെ ഒരു അളവാണ്. कि 3 दिन जो वचन में दिखाते हो अलगपना का एक हिस्सा है. ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ, വിടുതൽ വേണമെങ്കിൽ, परमेश्वर के बच्चों अगर जीवन में आशीष चाहिए, ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ മേഖലയിലും പാപത്തോട് ലോകത്തോട് ഒരു വേർപാടുണ്ടാകണം. कि जीवन के हर एक मंडल में पाप के साथ दुनिया के साथ एक अलगपना होना चाहिए. വേർപാടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? अगर अलगपना नहीं है तो क्या होगा? ഹല്ലേലൂയ. വേർപാടില്ലെങ്കിൽ പല അനുഗ്രഹങ്ങളും തടയപ്പെടും. अगर अलगपना नहीं तो बहुत सारे आशीष रुका जाएगा. ചിന്തിച്ചു നോക്കിക്കേ, അബ്രഹാം 3 ദിവസത്തെ വഴി പോയില്ലെങ്കിൽ, कि अब्राहम अगर 3 दिन का रास्ता नहीं सफर करता, അബ്രഹാം വീട്ടുമുറ്റത്ത് തന്നെ ബലിപീഠം ഒരുക്കിയാൽ, अगर अब्राहम ने घर के पास ही अगर बलिपीठ बनाएगा, ബലിപീഠം അവിടെ ഉണ്ടെന്ന് അബ്രഹാം പോകുന്നിടത്തെല്ലാം ബലിപീഠം ഉണ്ടാക്കുന്നവന് അല്ലേ? जहां भी अब्राहम जाते हैं सब जहां पे वो बलिपीठ बनाता है, അവിടെ ബലിപീഠം ഉണ്ടാക്കിയാൽ अगर वहां बनाएगा तो അബ്രഹാമിന്റെ യാഗം നടക്കത്തില്ല. अब्राहम का जो बलि नहीं होगा.
ഒത്തിരി പേര് തടയാൻ കാണും കേട്ടോ. बहुत सारे लोग रहेगा उसको रोकने के लिए. അബ്രഹാമാണ് ഭാര്യയെ നന്നായിട്ട് കേൾക്കുന്ന മനുഷ്യനാണ്. अब्राहम जो है पत्नी को अच्छी तरह से सुनता है. നമ്മൾ പറയും ഈ പെങ്കോന്തന്മാർ അങ്ങനല്ല, നല്ല കുടുംബജീവിതം അങ്ങനെ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് കേട്ട് കഴിയുന്നതാ നല്ല കുടുംബജീവിതം. हमें इस प्रकार बोलते हैं कि लड़की का सुनते हैं, वैसा नहीं कि अच्छा कुटुंब जीवन के दोनों का सुनना चाहिए. അബ്രഹാം പെങ്കോന്തനായിട്ടല്ല ഭാര്യ പറയുന്നതെല്ലാം കേട്ടത്, നല്ല കുടുംബജീവിതം അങ്ങനെ, അതുകൊണ്ടാണ്. कि अब्राहम ऐसा नहीं कि अपनी पत्नी की सारी बातें सुनता है, लेकिन वो एक अच्छा कुटुंब जीवन था. അബ്രഹാം സാറ പറയുകയാണ്, എന്തോ പണിയായി കാണിക്കുന്നത്, വയസ്സായപ്പം പിന്നെ ബുദ്ധിയൊക്കെ പോയോ, ദൈവമായിട്ട് തന്നൊരു ചെറുക്കൻ അവനെ പിടിച്ച് ബലിപീഠത്തെ കയറ്റാൻ പോകാന്നോ, ഇത് ദൈവമൊന്നും പറയത്തില്ലെന്ന്, ഇത് വയസ്സായപ്പോൾ പിശാച് പറഞ്ഞത് കേട്ടും ഈ മനുഷ്യൻ പെരുമാറുകയാണെന്നൊക്കെ सारा പറയാൻ സാധ്യതയുണ്ടല്ലേ. सारा इस प्रकार बोलेगा, ये तू क्या कर है बुढ़ापे में, तुम क्या तुम्हारे बुद्धि बंद हो गया है क्या, परमेश्वर ने दिया हुआ थोड़ा ना ऐसा परमेश्वर कहेंगे. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട, ഒരു 3 ദിവസം ദൂരെ പോ, ആരും തടയാൻ കാണത്തില്ല. आमीन, हालेलुया. ആരും തടയാൻ കാണത്തില്ല. तो परमेश्वर बोला, तू इधर मत रुक, 3 दिन का सफर कर, कोई तुझे रोकने वाला नहीं നമ്മൾ होगा. കാണുന്ന ദൂരത്തുനിന്ന് അബ്രഹാം ആ സ്ഥലം കണ്ടു. कि अब्राहम ने दूर से जगह को देखा. എന്നിട്ട് വചനം പറയുന്നത്, और वचन कहता है, ദാസരെയും കഴുതയും അവിടെ നിർത്തി. और कहते हैं कि दास को और गधे को उधर रुकाया. എന്തുകൊണ്ട് നിർത്തി? क्यों रुकाया? കാരണം അബ്രഹാമിന് അറിയാം തടസ്സം പലതുണ്ടാകാം. क्यों अब्राहम को पता है बहुत सारे रोकने वाले हो सकते ജീവിതത്തിൽ हैं. ദൈവം പറഞ്ഞത് ചെയ്യാൻ തടസ്സമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ദൂരെ നിർത്തിക്കോണം. जीवन में परमेश्वर ने जो बोला उसको रोकने वाला अगर कुछ भी तो उन सबको दूर रखो. ദൂരത്ത് നിന്ന് അത് കണ്ടപ്പോൾ തന്നെ അബ്രഹാം ഡിസൈഡ് ചെയ്തു, ഇവർക്ക് ഒരു ബൗണ്ടറി വെക്കുക, ഇവിടം വരെ ഇവർ മതി. कि दूर से जब अब्राहम ने देखा तो बोला कि ये बाउंड्री रखता हूं, इनको इधर ही रोकता हूं. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, अगर आप आशीषित होना है तो നിങ്ങളുടെ ജീവിതത്തിൽ ദൂരെ നിർത്തേണ്ട പാപങ്ങളെ, പാപ സ്വഭാവങ്ങളെ ദൂരെ നിർത്തിയേ പറ്റൂ. आमीन, हालेलुया. अगर हमें आशीषित होना तो हमें जिस पाप के स्वभाव को दूर रखना है उसे दूर रखना ही है. കുറച്ചുകൂടി വചനം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. और वचन कहे तो आपको साफ होगा. അബ്രഹാം എന്നിട്ട് ഈ ദാസന്മാരോട് എന്താ പറഞ്ഞെന്നറിയാം? और अब्राहम ने दासों को क्या कहा? ഇവിടെ ദാസന്മാരോട് പറഞ്ഞു, ഞാനും മകനും പോയി मैं और बेटा जाके ആരാധന കഴിഞ്ഞിട്ട് आराधना करके ഞാൻ തിരിച്ചു വരാമെന്നല്ല പറഞ്ഞത്. मैं लौट आऊंगा करके नहीं बोला. എന്താ പറഞ്ഞത്? हम ഞങ്ങൾ തിരിച്ചു വരാം. हम लौट आएंगे. We will come back. हम लौट आएंगे. അതിന് പറഞ്ഞു വരാം വിശ്വാസം. उसको कहते हैं विश्वास. എന്ത് ചെയ്യാനാ പോകുന്നത്? क्या करने जा रहे हैं? हमें ബലി കഴിക്കാനാ പോകുന്നത്. बलि चढ़ाने के लिए, കുഞ്ഞിനെ ബലി കഴിക്കാനാ പോകുന്നത്. बच्चे को बलि चढ़ाने के लिए. ഇത് ദൈവത്തിന്റെ പരീക്ഷയാ. അബ്രഹാമിന് അത് അറിയത്തില്ല. अब्राहम नहीं जानता है कि ये परमेश्वर उसको परीक्षा ले रहा ദൈവം है. പരീക്ഷിക്കുന്നതിന് മുമ്പ് നേരത്തെ പറയത്തില്ല, മോനെ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ പോവുകയാണ്. कि परमेश्वर परीक्षा लेने से पहले नहीं बोलेगा पर मैं तुझे परीक्षा लेने जा रहा हूं. നമ്മളെല്ലാം എന്ത് ജയിക്കും? अगर ऐसे तो हम सब जीतेंगे. നമ്മൾ ഓൾ പാസ് ആയിരിക്കും അല്ലേ? കാരണം हम നമുക്ക് और പരീക്ഷ परीक्षा എന്നറിയാം. हमें पता है परीक्षा क्या है. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? सही है कि नहीं? കർത്താവ് പറയും ഇത് പരീക്ഷയാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരിക്കും. പരീക്ഷ ഞാൻ ജയിക്കാൻ പോകുന്നു പറയും. अगर परमेश्वर की परीक्षा एकदम प्रिपेयर्ड होके बैठेंगे. ചിലപ്പോ പറയാതെ പരീക്ഷിക്കും. कभी बिना बोले परीक्षा लेंगे. എന്തിനാണെന്നറിയാമോ? क्यों? ദൈവം നമ്മളെ ശരിക്കും ടെസ്റ്റ് ചെയ്യുക. परमेश्वर में हकीकत में टेस्ट करता है അടുത്ത പടിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ നീ ആയോ എന്ന് ടെസ്റ്റ് ചെയ്യുക. कि अगली पीड़ा में तुझे पार्टी में लेके जाने तू हुआ है कि नहीं हुआ. നേരത്തെ പറയാതാ ടെസ്റ്റ്. बिना बोले परीक्षा ആ लेता है. ടെസ്റ്റിലൂടെ പോകുമ്പോൾ നീ പറയുന്ന ഓരോ വാക്കുകളും ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. उस परीक्षा में तू जो कहने वाला हर एक बातों को परमेश्वर सुनता है. അവിടെയാണ് നീ വിശ്വാസം തെളിയിക്കുന്ന വാക്കുകൾ പറയേണ്ടത്. वहां तुझे विश्वास को बताने वाली बातें कहना അവിടെ है. നീ എന്ത് പറയണം? वहां तुझे क्या कहना है? അബ്രഹാം പറഞ്ഞു, अब्राहम ने कहा ഈ കുഞ്ഞിനെ തന്നത് ദൈവമാ, इस बच्चे को दिया परमेश्वर ने, ചോദിച്ചത് ദൈവമാ, मांगा परमेश्वर ने, ബലിപീഠത്തിൽ വെക്കാൻ പറഞ്ഞത് ദൈവമാ, बलिपीठ में रखने को कहा परमेश्वर ने, ഇവനെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തിയത് ദൈവമാ. इसके बारे में योजना प्रकट किया परमेश्वर ഇവനെ ने. കുറിച്ച് മാത്രമല്ല, केवल इसी के बारे में नहीं, നക്ഷത്രങ്ങളെ പോലെ ഇവന്റെ സന്തതിയെ കുറിച്ചുള്ള आमेन, പദ്ധതി आमेन, വെളിപ്പെടുത്തിയത് हालेलुया. ദൈവമാ. तारों के समान इसके संतानों के परमेश्वर प्रकट കടൽക്കല്ലിലെ किया है. മണൽ പോലെ ഇവന്റെ സന്തതിയെ കുറിച്ച് പദ്ധതി വെളിപ്പെടുത്തിയത് रेत ദൈവമാ. के समान इसके पीड़ा परिवार के लिए परमेश्वर ने बताया है. ദത്തമുള്ളവനാ. इसको वादा है. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞെന്നറിയാമോ? मैंने क्यों ये कहा? അബ്രഹാം പറഞ്ഞില്ല ഒരു പക്ഷെ വാഗ്ദത്തം ഇസ്മായിലിനായിരിക്കുമെന്ന്. अब्राहम ने नहीं कहा कि हो सकता है वादा इस्माइल के लिए, അബ്രഹാമിന് നല്ല ഉറപ്പാണ് कि अब्राहम को पूरा पता है വാഗ്ദത്തം ഇവനാണെന്ന്. कि वादा जो है इसको है. അബ്രഹാമിന് നല്ല ഉറപ്പാണ്. अब्राहम को पूरा पता है. ദാസിയെ മകനെ പുറത്താക്കാൻ പറഞ്ഞപ്പോൾ आमीन, आमीन, आमीन. दासी को और बच्चे को बाहर करने को जो कहा, വാഗ്ദത്തം അവിടെ ഇല്ലെന്ന് അബ്രഹാമിന് ഉറപ്പാണ്. अब्राहम को पता है कि वादा वहां नहीं है. നിന്റെ ഏകജാതനായ മകനെ, तेरा एक लौता पुत्र को, ഇസ്ഹാക്കിനെ എന്ന് തന്നെ ദൈവം പറഞ്ഞപ്പോൾ तेरा एक लौता पुत्र इसहाक जब बोल के परमेश्वर ने എന്താ कहा, സംഭവിച്ചതറിയാമോ? क्या हुआ? അബ്രഹാമിന് മനസ്സിലായി अब्राहम को पता चला കണക്കിൽ ഇവനെ ഉള്ളെന്ന്.
कि हिसाब में यही, आमीन, കണക്കിൽ ഇവനെ ഉള്ളെന്ന്. हिसाब में यही है। ഇസ്മായിൽ അപ്പുറത്തുണ്ടെങ്കിലും इस्माइल उधर है तो भी കണക്കിൽ ഇവൻ മാത്രമേ ഉള്ളെന്ന് कि गिनती में केवल यही है। ആർക്ക് മനസ്സിലായി? किसे पता चला? അബ്രഹാമിന് മനസ്സിലായി. अब्राहम को पता चला। അതുകൊണ്ട് അബ്രഹാമിന് ഉറപ്പാണ്. अब्राहम को पक्का है ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ നിലനിൽക്കുന്നതാണ്. कि परमेश्वर के वादे कायम रहते हैं। മക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ. आप आज के दिन विश्वास करो, നിങ്ങളോടുള്ള എല്ലാ ദൈവിക വാഗ്ദത്തങ്ങളും നിലനിൽക്കും. आपके साथ जो हर एक परमेश्वर का वादा पूरा होगा। അത് ഉവ്വേ ഉവ്വേ എന്നാണ്. वो है तो हाँ है। അബ്രഹാം പറയുക, अब्राहम कहता ഞാൻ है, അവിടെ വരെ പോയി യാഗം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. अब्राहम कहते हैं मैं वहां तक जाके बलि चढ़ा के हम लौट आएंगे। आमीन। എങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നത്? हम कैसे लौट आएंगे? എന്താ സാധ്യത? क्या उम्मीद है? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ अब्राहम के 11 में അതിന്റെ ഉത്തരം പറയുന്നുണ്ട്. उसका उत्तर देता है। അബ്രഹാം അങ്ങോട്ട് നടന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് പറയുന്നുണ്ട്. उसने क्या उम्मीद रखा वो कहता है। എബ്രായ ലേഖനം 11-ാം അധ്യായം പറയുക. अब्राहम 11 में इस प्रकार कहता है। 14 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, अब्राहम 11 का 14 से जब नीचे पढ़ता है, 16 മുതൽ വായിച്ചാൽ മതി. 16 से पढ़िएगा। 17 വായിച്ചോ. 17 വായിച്ചു. അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ अब्राहम जब परखा गया, ഇസ്ഹാക്കിനെ ബലി അർപ്പിച്ചു. इसहाक को बलि चढ़ाया। देखो, അബ്രഹാമിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. अब्राहम को एक विश्वास ഈ था। കുഞ്ഞിനെ കുറിച്ച് വാഗ്ദത്തമുണ്ട്. इस बच्चे के ऊपर एक वादा है। വാഗ്ദത്തമുണ്ടെങ്കിൽ अगर वादा है तो ഞാൻ ബലി അർപ്പിച്ചാലും मैं भले बलि चढ़ा दूं, ഇവൻ ചാരമായാലും ये भले राख हो जाए, ചാരത്തിൽ നിന്ന് ദൈവം അവനെ अब എനിക്ക് मैं ജീവിപ്പിക്കും. हमें उस राख में से परमेश्वर मुझे उठा के അതാ देगा। വിശ്വാസം. वो है विश्वास। ദൈവം അർപ്പിക്കാൻ പറഞ്ഞപ്പം जब परमेश्वर चढ़ाने को कहा അബ്രഹാമിന് ഒരു സ്വല്പം പോലും സംശയമില്ല कि अब्राहम को जरा सा भी शंका नहीं था ഇവൻ നഷ്ടപ്പെടുമെന്ന്. ये नष्ट होगा। അബ്രഹാമിന് ഉറപ്പാ, अब्राहम को पक्का है ഈ കുഞ്ഞിനെ കർത്താവ് ഉയർപ്പിച്ചാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. कि परमेश्वर उसको जिगा के में से लौट के ले അത് जाऊंगा। വാഗ്ദത്തത്തിന്റെ പവറാ. वो वादा का पावर है। ഇന്ന് പകൽക്കാല ദൈവം ഇതിലേ आज के दिन परमेश्वर के बच्चों, നിനക്ക് വാഗ്ദത്തമുണ്ടോ? अगर तुझे वादा है तो ആ വാഗ്ദത്തത്തിന് വലിയ ശക്തിയാണ്. उस वादा को बहुत शक्ति है। ശത്രു ഭയപ്പെടുന്ന എന്തിനാണെന്നറിയാം? शत्रु किस चीज को डरता है? നിന്റെ വാഗ്ദത്തത്തെയാ. अब मैं हालत तेरे वादों को, अमेर നിന്റെ വാഗ്ദത്തത്തെയാ. तेरे वादों को വലിയ കല്ല് ഉരുട്ടി എന്തിനാ വെക്കുന്നറിയാമോ? एक बड़ा पत्थर क्यों उठा कर रखा है? വാഗ്ദത്തം ശത്രുവിന് അറിയാവുന്നതുകൊണ്ടാ. तेरे वादा शत्रु जानता है इसके लिए। ആർക്കും ഉരുട്ടാൻ പറ്റാത്ത കല്ല് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ अगर कोई हटा नहीं सकता ऐसा पत्थर तेरे सामने अगर आज रखा है तो എന്തുകൊണ്ടാണെന്നറിയാമോ? क्यों है पता है? നിങ്ങൾക്കൊരു വലിയ വാഗ്ദത്തമുള്ളത്. तुझे एक बहुत बड़ा वादा है। നിങ്ങളൊരു സാധാരണക്കാരനല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒത്തിരി തടസ്സം ഉണ്ടാകുന്നത്. कि तू एक साधारण व्यक्ति नहीं है, इसके तुझे बहुत सारी चुनौती है। ഞാൻ രാവിലെ പറഞ്ഞു, मैं सुबह कहा ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഒരു കല്ല് വെച്ചു. कि लासर की कब्र के सामने एक पत्थर रखा। ആർക്ക് വേണമെങ്കിലും ഉരുട്ടി മാറ്റാൻ പറ്റുന്ന ഒരു കല്ല്. वो कोई भी उसे हटा सकता था। മനുഷ്യന് മാറ്റാൻ പറ്റുന്ന കല്ല്. इंसान हटा सकता था। ചെറിയ കല്ല്. छोटा पत्थर, പക്ഷെ വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ, लेकिन जिसको वादा है उसके सामने, യേശു കർത്താവിന്റെ മുമ്പിൽ വെച്ച കല്ല് यीशु मसीह के सामने रखा हुआ ഉരുട്ടാൻ पत्थर പറ്റാത്ത കല്ല. वो नहीं हटा सकता था। എന്തുകൊണ്ടാ वैसा था കാരണം? उसका कारण ഇവൻ ഉയർക്കുമെന്ന് അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ये जी उठेगा करके उससे पहले कहा है। അല്ലെങ്കിൽ ശത്രു നിന്നെ ഭയപ്പെടുന്നു. शत्रु तुझसे डरता है। आमीन। വാഗ്ദത്തങ്ങളെ ഭയപ്പെടുന്നു. तेरे वादों से നീ डरता है। ആരാണെന്നുള്ളത് ഭയപ്പെടുന്നു. आमीन। तू कौन है वो उसको അതുകൊണ്ട് डरता നിന്നെ है। തടയാൻ ശ്രമിക്കുന്നു. इसके तुझे रोकने को देखता ഒരു है। കാര്യം മനസ്സിലാക്കിക്കോ. एक चीज को समझ ले, വാഗ്ദത്തം വലുതാണെങ്കിൽ अगर वादा बड़ा है तो തടസ്സം വലുതായിരിക്കും. कि रुकावट बड़ा होगा। തടസ്സം വലുതാണെങ്കിൽ अगर रुकावट बड़ा है ഇറങ്ങുന്ന तो ദൈവപ്രവൃത്തി വലുതായിരിക്കും. आमीन, आमीन, उतरने वाला परमेश्वर का सामर्थ्य बड़ा होगा। നീ കാണാൻ പോകുന്ന അത്ഭുതം तू जो देखने वाला चमत्कार, ലോകത്തിൽ ഇന്ന് വരെ ആരും കാണാത്ത आमीन, आमीन, അത്ഭുതമായിരിക്കും. आमीन, आज तक दुनिया में किसी ने नहीं देखा वैसा चमत्कार होगा। പലരും ചെറിയ മിറക്കിൾസ് പ്രാപിച്ചോണ്ട് പോകുമ്പോൾ कि बहुत सारे लोग छोटे चमत्कार लेके ആരും जाते हैं। കാണാത്ത ഒരു അത്ഭുതം നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുമെന്ന് जो किसी ने नहीं देखा वैसा चमत्कार स्वर्ग तेरे लिए ധൈര്യത്തോടു കൂടെ പറഞ്ഞാട്ടെ. धैर्य के साथ कहो, അവനെ आमीन। ജീവിപ്പിക്കുമെന്ന്. वो मुझे जीवित करेगा। അനവധി കഷ്ടങ്ങൾ കാണുവാറാക്കിയവനെ कि जो बहुत सारे അനവധി സങ്കടങ്ങളിലൂടെ ഞങ്ങൾ പോയപ്പോൾ, बहुत सारे दुख के साथ जब हम गए, അനവധി പ്രതിസന്ധിയിലൂടെ ഞങ്ങൾ പോയപ്പോൾ, बहुत सारे दुखों के साथ जब हम അന്നൊക്കെ गए, ഞങ്ങളെ ജീവിപ്പിച്ചെങ്കിൽ, उन सब में बीच में हमें जीवित അന്നൊക്കെ किया तो, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയെങ്കിൽ, उन सब दिनों में हमारे सामने से पत्थर को അന്നൊക്കെ हटाया तो, പ്രതികൂലങ്ങൾ മാറിപ്പോയെങ്കിൽ उसकी चुनौती दूर हो गया तो, ഇന്നും അത് ഉണ്ടാകുമെന്ന് आमीन, आमीन, आज भी वो होगा। കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥന കേട്ട ദൈവം पिछले दिनों में प्रार्थना सुना हो ഇന്നും परमेश्वर, നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് आज भी तेरा प्रार्थना सुनेगा। ധൈര്യത്തോട് പറഞ്ഞാട്ടെ. तू धैर्य के साथ ഞാൻ कह, അത്ഭുതം കാണാൻ പോകുക. मैं बड़ा चमत्कार देखने जा रहा हूं। आमीन। അബ്രഹാം अब्राहम
മേലോട്ട് കയറിപ്പോയപ്പോൾ जब ऊपर चढ़ के गया, ദാസന്മാരോട് പറഞ്ഞു, दासों से कहा, ഞാൻ ബലിയർപ്പിക്കാൻ പോകുന്നെന്ന് പറഞ്ഞില്ല. इस प्रकार नहीं बोला मैं बलि चढ़ाने जा रहा हूँ, ചെറുക്കനെ ബലിയർപ്പിക്കാൻ പോകുന്നെന്ന് ये പറഞ്ഞു. बच्चे को बलि चढ़ाने जा रहा हूँ कह के नहीं कहा. അറിയാമോ? फिर क्या कहा, ഞാനും മോനും പോയി ബലിയർപ്പിച്ചു മടങ്ങി വരാം. मैं और बेटा जाके बलि चढ़ा के लौट ഞങ്ങൾ आऊंगा, വരും. हम आएंगे. വിശ്വാസത്തോട് പറഞ്ഞാൽ ഞങ്ങൾ വരും. आमीन आमीन, विश्वास के साथ को हम आएंगे. കല്ലിനെ ഉരുട്ടി മാറ്റി പുറത്തു വരും. आमीन, उस पत्थर को हटा के हम बाहर आएंगे. പ്രതികൂലങ്ങൾ വഴിമാറും. कि चुनौतियां हट जाएगा, നിരാശകൾ വഴിമാറും. निराशा दूर हो ഒരു जाएगा. ശുഭദിനം വരും. आमीन आमीन, एक अच्छे दिन आएगा. എത്ര പേർ ഒരു ശുഭദിനം വരുമെന്ന്? कितने लोग मुंह खोल के बोलेंगे अच्छे दिन आएंगे. एक शुभ दिन आने वाला है. और നല്ല ദിവസം വരാൻ പോകുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ട് ഒരു ശുഭകാലം വരുമെന്ന്. हर एक जब मुंह खोल के बोलेगा अच्छे दिन आ रहा है. വായിച്ച സങ്കീർത്തനം 81-ന്റെ आज जो वचन पढ़ा 79 के ഹല്ലേലൂയ അവസാന വാക്യങ്ങളിൽ പറയുന്നത് अंतिम बातों में कहते हैं, അവരുടെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. उनके अच्छे दिन हमेशा के लिए स्थिर रहेंगे. आपके अच्छे दिन हमेशा स्थिर रहेगा. നമ്മുടെ ശുഭകാലം എന്നും സ്ഥിരമായിരിക്കും. हाँ, आपके अच्छे दिन हमेशा स्थिर रहेगा. നമ്മുടെ നല്ല ദിവസം എന്നും സ്ഥിരമായിരിക്കും. നിങ്ങളുടെ ശുഭകാലം മുടങ്ങി പോകത്തില്ലെന്ന്. आपके अच्छे दिन बिगड़ने वाले नहीं हैं. ശുഭത തന്നത് കർത്താവാണെങ്കിൽ, अगर अच्छा ही परमेश्वर ने दिया है तो, അനുഗ്രഹം തന്നത് കർത്താവാണെങ്കിൽ, आशीष दिया परमेश्वर ने तो, വാഗ്ദത്തം തന്നത് കർത്താവാണെങ്കിൽ, वादा दिया परमेश्वर ने तो, വിശ്വാസത്തോട് വിളിച്ചു പറ, विश्वास के साथ पुकार के ഒരു कहे, ശുഭതയുണ്ടെന്ന്. एक अच्छा दिन है. കരങ്ങളെ അടിച്ച് ശക്തമായി അടിച്ച് हाथ ताली बजा के सामर्थ के കർത്താവിനെ साथ സ്തുതിച്ചാട്ടെ. परमेश्वर को धन्यवाद दे. അൽക്കശകബന രഗദൽ കടകർഷന്തനെ. അബ്രഹാം ചിന്തിച്ചത് എന്താണെന്നറിയാം? अब्राहम ने क्या सोचा, മകനെ യാഗം കഴിക്കും, बेटे को बलि चढ़ाएगा, ചാരമാകും, राख हो जाएगा, ദൈവം ഇറങ്ങി വന്ന് ചാരത്തിൽ നിന്ന് അവനെ ഉയർപ്പിക്കും. परमेश्वर उतर आएगा और राख में से उसको उठाएगा. അത് അബ്രഹാമിന്റെ പ്രതീക്ഷ. वो अब्राहम का उम्मीद था. പക്ഷെ അബ്രഹാം പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചത്. लेकिन जैसे अब्राहम ने उम्मीद रखा वैसा नहीं हुआ. പിന്നെ എന്താ സംഭവിച്ചെന്നറിയാം? फिर हुआ क्या, അബ്രഹാം കത്തി വെക്കുന്നതിന് മുമ്പേ अब्राहम तलवार रखने से पहले ഇടപെട്ടിട്ട് പറഞ്ഞു, परमेश्वर ने बीच में उससे कहा, ഹാലൽ നിന്റെ മകനെ തരാൻ നീ മടിക്കായിക കൊണ്ട്, तेरे बेटे को देने के लिए तू എന്ന് पीछे नहीं हटा. വിറയ്ക്കുന്ന കൈ കൊണ്ടല്ല, वो कांपने वाले हाथों से नहीं. आमीन. താൻ തയ്യാറായ കൈ കൊണ്ട് അബ്രഹാം നിൽക്കുന്നത് കണ്ടിട്ട് कि काटने के लिए तैयार है अब्राहम देखते हुए. എന്ന് പറഞ്ഞാൽ उसका अर्थ है ഒരു ഇത്രയും പോലും സംശയമില്ലാതെ അബ്രഹാം നിൽക്കുന്നത് കണ്ടിട്ട്, कि जरा सा भी बिना शंका के साथ अब्राहम रुकने ചലിക്കാതെ देखे, നിൽക്കുന്നത് കണ്ടിട്ട്, कि बिना हिले दिखा तो വിശ്വാസത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് विश्वास के साथ रुके हुए देखे, സ്വർഗ്ഗത്തിന് മനസ്സിലായി, स्वर्ग को पता चला ഇവന്റെ തീരുമാനം മാറത്തില്ലെന്ന്. इसका निर्णय हटेगा नहीं. ഇവന്റെ आमीन. തീരുമാനം മാറത്തില്ലെന്ന്. इसका निर्णय नहीं ഇവന്റെ हटेगा. തീരുമാനം കാണുമ്പോൾ जब तेरे निर्णय को देखेगा സ്വർഗ്ഗം ഇടയ്ക്ക് ഇറങ്ങി വന്നിട്ട് പറയും, कि परमेश्वर उतर आके कहेगा, നീ ബലി കഴിച്ചില്ലെങ്കിലും ഞാൻ ബലിയായിട്ട് തന്നെ സ്വീകരിച്ചു. पहले तूने बलि नहीं चढ़ाई फिर भी बलि के हिसाब से स्वीकार किया. ഞാൻ സ്വീകരിച്ചെന്ന്. मैं स्वीकार किया. ഞാൻ നിനക്ക് വേണ്ടി ഒരു കരുതി വെച്ചൊരു കരുതലുണ്ട്. मैं तेरे लिए कुछ प्रबंध किया हुआ है. പുറമോട്ട് നോക്ക, तू जरा पीछे देख, നീ പുറമോട്ട് നോക്ക. तू जरा पीछे देख, അങ്ങനല്ല പറയുന്നത്, നീ പുറമോട്ട് നോക്കാനാ പറയുന്നത്. तू जरा पीछे देख कहता है. പുറമോട്ട് മഷഖമാനരഗദല, നീ പുറമോട്ടൊന്ന് നോക്കിക്കേ. तू जरा पीछे देख. നീ ഇങ്ങോട്ട് കേറി വരുമ്പോ കാണാത്തൊരു കാഴ്ച നീ കാണാൻ പോകുക. तू यहाँ जब चढ़ के आता था मैं नहीं देखा वैसे एक चीज ഇന്ന് देखने വരെ वाला है. കാണാത്തൊരു കാഴ്ച നീ കാണാൻ പോകുക. आज तक जो नहीं देखा वैसा तू देखने वाला है. നീ എന്താ ഓർത്തത്? മകനെ യാഗം കഴിക്കേണ്ടി വരും. तू क्या सोचा बच्चे को बलि चढ़ाएगा? നീ വന്നത്, वो सोच के तू പക്ഷെ നീ आया. ഒന്ന് പുറമോട്ട് നോക്കിക്കേ. लेकिन तू जब मुड़ के देख, നീ ഇപ്പം വരെ കാണാത്തൊരു കാഴ്ച, तू अभी तक जो नहीं देखा वैसे एक चीज, കാട്ടിൽ കൊമ്പ് കുടുങ്ങി കിടക്കുന്ന ഒരു ആട്ടുകൊറ്റൻ कि एक फंस के पड़ा हुआ एक बकरा, യവനെ യാഗം കഴിച്ചു. उसको बलि चढ़ा. എന്റെ ചോദ്യം, मेरा सवाल, എന്റെ ചോദ്യം, मेरा सवाल ഒരു കൊമ്പ് ഒരു കാട്ടിൽ കുടുങ്ങി കിടന്ന ആട്ടുകൊറ്റൻ അനങ്ങാതെ കിടക്കുമോ? कि अगर वो बोला फंसा हुआ एक बोलते ना कि सिंह के साथ एक बकरा है तो क्या वैसे पड़ा रहेगा? അനങ്ങാതെ കിടക്കുമോ? वो बिना हिले रुकेगा? മാക്സിമം ശ്രമിക്കത്തില്ല അതിന് കൊമ്പ് ഊരാൻ. वो पूरा कोशिश करेगा उसमें से बाहर ശ്രമിക്കുമോ निकलने, പ്രിയമുള്ളവരെ? कोशिश करेगा कि नहीं? അത് കരയും നിലവിളിക്കും അല്ലേ, ബാ എന്ന് പറഞ്ഞ അലറും. ഹല്ലേലൂയ. वो चिल्लाएगा रोएगा सब कुछ ആ करेगा. പർവ്വതം മുഴുവൻ, ആ കർമ്മേൽ പർവ്വതം അല്ലേ, ആ മോറിയ മല മുഴുവൻ ആ സൗണ്ട് ഇങ്ങനെ എക്കോ ചെയ്യും. ഹല്ലേലൂയ. वो पहाड़ पूरा उसका आवाज कुछ गुण सुनेगा. അബ്രഹാമിനൊന്ന് തോന്നും എന്തോ ഈ സൗണ്ട് ഒന്ന് നോക്കാനല്ലേ. अब्राहम सोचे वो क्या है करके.
എനിക്കൊരു കാര്യം മനസ്സിലായി. मुझे एक बात पता चला, ദൈവം ഒരുക്കിയതാണെങ്കിൽ अगर परमेश्वर ने प्रबंध किया है तो വെളിപ്പെടുന്ന വരെ ദൈവം അതിനെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. जब तक वो प्रकट नहीं होगा तब तक परमेश्वर उसे म्यूट करके चुप रखा है. ഈ ആട്ടുകൊറ്റൻ സൈലന്റ് മോഡിലാ കേട്ടോ. ये जो बकरा जो है साइलेंट है, बिना आवाज के, वो हिल नहीं रहा നീ है. ധൈര്യത്തോടെ ഇരുന്നു. तू धैर्य के साथ रहे, നിനക്ക് വേണ്ടിയുള്ള കരുതലിന്റെ ഫലനം ഇന്ന് നീ കാണുന്നില്ലായിരിക്കാം. तू धैर्य के साथ रहे. तेरा जो प्रबंध है आज तू नहीं देखता അത് है, തന്നെത്താൻ വിടുവിക്കാൻ ശ്രമിക്കുന്നില്ലായിരിക്കാം. कि तू अपने आप को छुड़ाने को नहीं देखता, നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. क्योंकि वो केवल तेरे लिए है. അതോ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. वो केवल तेरे लिए है तो അത് അവിടെ കുടുങ്ങി കിടന്നോളൂ. वो उधर ही फंसा हुआ रहेगा. അത് തന്നെത്താൻ പോകത്തുമില്ല. वो नहीं अपने आप അതിനെ जाएगा, ആരും കൊണ്ടുപോകത്തുമില്ല. ना उसे कोई ले जाएगा. ദൈവത്തിന്റെ സമയം വരെ അത് നിനക്ക് വെളിപ്പെടുത്തുമില്ല. वो परमेश्वर के समय तक वो तेरे लिए प्रकट भी नहीं होगा. നീ आमीन. ദൈവം പറഞ്ഞത് അനുസരിച്ച് കഴിയുമ്പോൾ जब तूने परमेश्वर ने जो बोला सुनेगा ദൈവം तो തന്നെ നിനക്കത് വെളിപ്പെടുത്തി തരും. परमेश्वर स्वयं तुझे प्रकट करके देगा. आमीन आमीन. അങ്ങനെയാണോ? ऐसे है कि नहीं? അനുസരിച്ച് കഴിയുമ്പോൾ जब पालन करेगा. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു രഹസ്യം പറഞ്ഞുതരാം. मैं आपको एक रहस्य बताता എന്താ हूँ. രഹസ്യം എന്നറിയാമോ? रहस्य क्या है? ഈ യാഗമൊക്കെ കഴിഞ്ഞ് ये बलि के बाद അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. अब्राहम को परमेश्वर आशीष किया. ദൈവമക്കൾ ചില കാര്യത്തിൽ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. कुछ चीजों में परमेश्वर का पालन करे तब आशीष प्रकट होता है. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഫോർമുല ഞാൻ പറയാം. परमेश्वर से आशीष पाने का फॉर्मूला मैं कहता हूँ. അനുസരിക്കുക, അനുഗ്രഹിക്കപ്പെടും. पालन करो, आशीषित അത് होगा. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. और नया नियम हो या पुराना नियम हो, पालन करने वालों को परमेश्वर आशीष करेगा. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ നാം കാണുന്നു. उत्पत्ति में इस प्रकार हम देखते हैं. 16 വാക്യം മുതൽ വായിക്കുമ്പോൾ जब 16वां आयत से जब पढ़ता നീ है, ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. तूने ये किया कि तेरे बेटे को बलि चढ़ाने के लिए रोका नहीं, बोल के मैं तुझे सामत से आशीष करूंगा. ദൈവം അനുഗ്രഹിക്കുമോ? ദൈവമക്കളെ परमेश्वर आशीष करेगा कि नहीं? അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കുമോ? आशीष करेगा, അനുഗ്രഹിക്കും. आशीष എന്നെ करेगा. ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. हमें परमेश्वर आशीष किया है. എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. हमें परमेश्वर आशीष किया है. നിങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. आप हर एक को परमेश्वर आशीष किया है. സാക്ഷ്യം പറയാൻ സമയം കൊടുത്ത മണിക്കൂറുകൾ പറയാനുള്ള സാക്ഷ്യമുണ്ട്. अगर गवाही बोलने को समय दे तो घंटों बोलेंगे. വർഗീസങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. ഞാൻ ഇടയ്ക്കൊടുത്ത് വർഗീസങ്ങൾ ഇന്ന് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കണമെന്ന്. कि वर्गीय संघ हमारे बीच में है. അങ്കിളിന് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കണമെന്ന് ഞാൻ मुझे सोचा इनको गवाही देने का समय देंगे. ദൈവം അനുഗ്രഹിച്ച സാക്ഷ്യം പറയാൻ പറ്റും അല്ലേ? कि परमेश्वर आशीष की और गवाही दे सकते हैं. ഹല്ലേലൂയ. വർഗീസങ്ങൾ ഈസ്റ്റ് വെസ്റ്റിൽ അല്ലേ? ഈസ്റ്റ് വെസ്റ്റിൽ മാനേജറായിരുന്നു. वर्गीय संघ ईस्ट वेस्ट कंपनी में मैनेजर था. അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു. वहां से नौकरी छोड़ा. എന്തോ അച്ഛനിങ്ങി വാ. ഹല്ലേലൂയ. ഒരു മിനിറ്റ് ഒന്ന് വന്നാട്ടെ. ഇത് ഈ സാക്ഷ്യം വേണോ? അതുകൊണ്ടാ കേട്ടോ. അച്ഛനിങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. സമയം സ്വല്പം പോയി, എന്നാലും ഒരു 5 മിനിറ്റ് നമ്മൾക്ക് അത് എടുക്കാം. താങ്ക് യു ജീസസ്. വർഗീസങ്ങൾ ഈസ്റ്റ് വെസ്റ്റിലെ മാനേജറായിരുന്നു. वर्गीय संघ ईस्ट वेस्ट में मैनेजर था. ഫിനി പാസ്റ്റർ എന്നെ ശരിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് വർഷങ്ങളോട് ആരാധിച്ചു. फिनी पास्टर मुझे अच्छा सा जानते हैं. हम साथ में काफी साल आराधना किया है. സുനിൽ ഉണ്ടായിരുന്നു. सुनील ब्रदर था तभी. ഞങ്ങൾ അവരെ വിളിച്ചോണ്ടിരുന്നതിന് ഒരു പ്രത്യേക വേറെ ഇടിയും മിന്നലും നടന്നു. ഒന്നിച്ച് क्योंकि हम हमेशा साथ में रहते थे. അങ്ങനെ ഞങ്ങളായിരുന്നു. എൻ്റെ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ബോംബെ പട്ടണത്തിൽ ഒന്നുമില്ലാത്തവനായി കടന്നു വന്നവനാണ്. मैं मुंबई शहर में ऐसे खाली हाथ के साथ में आया व्यक्ति है. ഹല്ലേലൂയ. പല കമ്പനികളിലും ജോലി ചെയ്തു. काफी कंपनियों में मैं काम किया. പിന്നെ ഇവിടെ 1992 ഞാൻ ഈസ്റ്റ് വെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്ന് വിടുന്നത്. 1992 में ईस्ट वेस्ट कंपनी से मैंने resignation दिया. നല്ല ജോലിയായിരുന്നു. अच्छा काम था, अच्छा नौकरी था. ഒരു കാറ് ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ കാറ് തന്നിരുന്നു. गाड़ी था, सब कुछ था उस समय. നല്ല മോശമില്ലാത്ത ശമ്പളം ഉണ്ടായിരുന്നു. अच्छा सैलरी था. അല്ല, അങ്ങനെ നമ്മുടെ സ്വയത്തിൽ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് अपना खुद का सामर्थ्य में आगे बढ़ रहा था तभी. ആ സമയത്താണ് അവിടെ വലിയൊരു ഇൻസിഡന്റ് നടക്കുന്നത്. उस समय में उधर बहुत बड़ा एक എല്ലാവരും घटना हो गई. കേട്ടിട്ടുണ്ടായിരിക്കും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന് പറയുന്നത്. आप सभी लोग सुना होगा ईस्ट वेस्ट एयरलाइंस का बारे അതിന്റെ में. ഒരു ബ്രാഞ്ചിന്റെ മാനേജറായിട്ടായിരുന്നു ഞാൻ വർക്ക് उसका ചെയ്തുകൊണ്ടിരുന്നത്. एक ब्रांच मैनेजर था मैं. ആ സമയത്താണ് അതിൻ്റെ MD ഇവിടെ റിവൈവൽ ഉണ്ടായിട്ട് ഹല്ലേലൂയ 2 ഗ്രൂപ്പുകളുടെ തർക്കത്തിൽ പുള്ളിനെ വെടിവെച്ച് കൊല്ലുന്നത്. उस समय में उसका MT को इधर बॉम्बे में कोई 2 गैंग के बीच में जो इश्यूज था उस कारण से गोली मारा. ആ സമയം വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ MD ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പുള്ളി എന്നെ കാണും പറയും, നീ നിൻ്റെ
തലമുറയെ അവിടെ ജോലി ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. उस समय तक मैंने सोचा था जब तक मेरा एमडी रहेगा मुझे कोई तकलीफ आने वाला नहीं है. हमेशा वो कहता तुम और तेरा बेटा इसी कंपनी में काम करना है. അന്നേരം എൻ്റെ വൈഫ് മോളി പറയുമായിരുന്നു, ദൈവത്തെക്കാൾ കൂടുതൽ ആശ്രയം വേറെ ആരെയും വെക്കരുതെന്ന്. उस समय में भी मोली सिस्टर कहते था देखो प्रभु से अधिक भरोसा किसी के ऊपर रखना नहीं है. എന്നാൽ ആ ആശ്രയവും ദൈവം അവിടുന്ന് വെട്ടിമാറ്റി. लेकिन उस जो आश्रय भी प्रभु ने उधर से तोड़ दिया. ആ സമയത്താണ് ആ സമയങ്ങളിലാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുവാനും ബോംബെ പട്ടണത്തിൽ വെച്ച് സ്നാനപ്പെടുവാനും കുടുംബമായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. उस समय में मुंबई शहर में प्रभु के साथ में संगति होने के लिए और बपतिस्म लेने के लिए प्रभु ने मुझे मदद किया. എന്നാൽ സ്നാനപ്പെട്ടു ദൈവത്തെ കണ്ടുമുട്ടതിന് സംഗതി എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറാൻ जैसे बपतिस्मा लिया मेरा जीवन में सब कुछ एकदम उल्टा हो गया. ഞാൻ ഇവിടെ പിന്നെ പാസ്റ്റർ അറിയാം ബൈന്ദറിന്റെ ദേശത്താണ് ആ സമയത്ത് താമസിച്ചത്. उस समय में मैं बाइंदर का देश में रहता था. ആ സമയത്ത് വണ്ടിയുണ്ട്, പെട്രോൾ ഒഴിക്കാൻ കാശില്ല. मेरे हाथ में गाड़ी है लेकिन पेट्रोल डालने के लिए पैसा नहीं है. കുഞ്ഞുണ്ട്, പാല് മേടിക്കാൻ കാശില്ല. बच्चा है लेकिन दूध पिलाने के लिए पैसा नहीं है. ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയതാണ്. मैंने खुद का बिजनेस उस समय में शुरू किया ഒരു था. 3-4 വർഷം ബിസിനസ്സിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, അങ്ങോട്ട് പോകാനേ ഉള്ളായിരുന്നു. 3-4 साल बिजनेस में से कुछ आता नहीं था, सब कुछ मेरे हाथ से खाली होते था. കിട്ടാവുന്ന എല്ലാ കടങ്ങളും വാങ്ങി അതിന്റെ പലിശയും കൊടുത്തോണ്ടിരിക്കുകയാണ്. जितना उधारी ले सकते सब लेके उसका फिर ब्याज भी बढ़ता था. मैं നമ്മളെ അറിയാവുന്ന പാസ്റ്റേഴ്സും അതുപോലെ ഞങ്ങൾ സഹോദരന്മാരെല്ലാം പറഞ്ഞു, വർഗീസ് ബ്രദറെ യു സ്റ്റോപ്പ് ഇറ്റ് ദിസ് ബിസിനസ്, അത് കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറഞ്ഞു. सब लोग मुझे कहा देखो वरीश ब्रदर आपने ये काम ये बिजनेस बंद करो और किसी जगह में नौकरी में जाओ. എന്നാൽ ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഇറങ്ങാൻ. എന്നാൽ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു പ്രയത്നം ചെയ്തിട്ട് ഫലം കാണാതെ പുറകോട്ട് പോവുകയില്ല. लेकिन परमेश्वर ने हमसे कहा इस बिजनेस शुरू करने के लिए, इसलिए हमने कहा अगर परमेश्वर ने हमसे वायदा किया तो इसमें से हम फल खा के ही आगे जाएगा. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്നാൽ ആ ബിസിനസ് ആ സമയത്ത് ഞങ്ങൾക്ക് പല ഗാങ്സ്റ്റേഴ്സിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യമുണ്ട്. അതൊന്നും പിന്നെ പാസ്റ്റർ അറിയാം, ഒന്നും ഞാൻ പറയാൻ उस പോകുന്നില്ല. समय में बहुत ऐसे अंडरवर्ल्ड से बहुत धमकी भी आता था. അതിനുള്ള അവർക്ക് കൊടുക്കാനുള്ള പൈസയും ഇല്ല, നമുക്കൊന്നുമില്ല. കൊല്ലുമെന്ന് വരെ പറഞ്ഞ വെടിവെച്ച് കൊല്ലുന്നു. ഒന്നും ദൈവം അതൊന്നും അനുവദിച്ചില്ല. उस समय में अंडरवर्ल्ड वाला बोला गोली मार के खत्म करेगा, लेकिन उनको देने के लिए पैसा भी हाथ में नहीं था. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പതുക്കെ മുമ്പോട്ട് വന്നു ദൈവത്തെ ഒന്നുകൂടി അറിയുവാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നിന്ന് ഞാൻ മുകളിലേക്ക് പോയെങ്കിൽ ദൈവത്തിൻ്റെ കരുണ കൊണ്ടല്ല, എൻ്റെ ബലം കൊണ്ടാണ് ഞാൻ വലുതായെന്ന് ഞാൻ തന്നെ പറയും. अगर उस समय बिजनेस शुरू किया मुझे उधर बढ़ोतरी मिलता तो मैं कहने वाला था ये सब कुछ मेरा ताकत से मैंने बनाया, ये परमेश्वर जानता था. ദൈവത്തിന്റെ മഹത്വം ആർക്കും കൊടുക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. परमेश्वर का महिमा वो किसी के साथ में बांटने वाला नहीं है. അവൻ അബ്രഹാമിന് ഹാലേൽ കല്ലിൽ നിന്ന് മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ, ഹാലേൽ ചാരത്തിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയിക്കുമെങ്കിൽ, അതുപോലെയാണ് നമ്മളെ എത്ര താഴെ കൊണ്ടുവന്നാലും ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ എത്രയും മുകളിൽ തന്നെ കൊണ്ടുപോകാൻ അവൻ ആഗ്രഹമുള്ളവനാണ്. अब्राहम को पत्थर से बच्चों को देने के लिए पर्याप्त है परमेश्वर, राख से बच्चों को जिलाने के लिए पर्याप्त है परमेश्वर, हमें भी कोई भी परिस्थिति से ऊंचा उठाने वाला है. അങ്ങനെ ആ സമയങ്ങളിൽ ദൈവം ഒരു മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. उस समय में प्रभु ने एक बहुत बड़ा चेंज बदलाव मेरा जीवन में लाया. നമ്മുടെ ബിസിനസ്സിനൊക്കെ ചെറിയൊരു തളിർപ്പുണ്ടാകാൻ തുടങ്ങി. मेरा बिजनेस में एक हरियाली आना शुरू किया. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 10 വർഷക്കാലം ഞങ്ങൾ സ്നാനപ്പെട്ടു. ബൈന്ദറിൻ്റെ ദേശത്തുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെറിയ ആരാധന ഉണ്ടായിരുന്നു. മോളി ഞങ്ങളൊക്കെ ഈ ദേശത്ത് ഒത്തിരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. 10 साल तक हम इस देश में था, इधर काफी जगहों में जाके हम सुसमाचार भी बताया है. അതിനുശേഷം ഞങ്ങൾ മീരാ റോഡിൻ്റെ ദേശത്ത് വന്നു. इसलिए उसके बाद मैं फिर मीरा रोड में आ गया. അവിടെ ഏതാണ്ട് 5 വർഷക്കാലം അവിടെ ആരാധനയും അവിടെ സുവിശേഷം എല്ലാം നടത്തി. 5 साल तक उधर रह के परमेश्वर का कामों ആ किया. സമയത്ത് ദൈവം ബിസിനസ്സിന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കി. उस समय में बिजनेस में और प्रभु ने बढ़ोतरी दिया. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പവായിയുടെ ദേശത്തേക്ക് പോയി. അവിടെ ഒരു 15 വർഷമായിട്ട് അവിടെയാണ് अभी താമസിക്കുന്നത്. 15 साल से पवाई में हम रह के ദൈവം आराधना कर ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള അനുഗ്രഹങ്ങളെല്ലാം ഈ ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ള അനുഗ്രഹം എല്ലാം ദൈവം തന്നിട്ടുണ്ട്. हमें जो भी आशीष चाहिए प्रभु ने हमको दिया. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്നു. आशीषित बच्चों को दिया. അവന് വേണ്ടിയിട്ട് അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ഒരു തുണയെ ഒരുക്കി उसके लिए एक अच्छा जीवन साथी को प्रभु ने दिया. അങ്ങനെ എല്ലാം ദൈവത്തിന്റെ കരുണ. ദൈവം ഒരാളെ പറ്റി Amen. ഒന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് ആർക്കും അവനെ പിൻവലിക്കാൻ കഴിയില്ല. परमेश्वर अगर किसी के बारे में कुछ सोच के रखा है उनमें से कोई उनको हटा नहीं पाएगा. അതുപോലെയാണ് ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചാൽ അത് ആർക്കും തടുക്കുവാൻ. परमेश्वर का हाथ जब काम करेगा कोई भी रोक भी नहीं पाएगा. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് വലിയ സാക്ഷ്യത്തോട് പറയാനുണ്ട്. अपने जीवन में प्रभु ने जो किया वो कामों को बहुत गवाही हम बोलने के लिए. ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ പട്ടണത്തിൽ നിന്ന് എത്രയോ കാലം മുമ്പ് ദൈവത്തെ കണ്ടിട്ടില്ലായിരുന്നു, മാറിപ്പോകേണ്ടവരായിരുന്നു. हम अगर परमेश्वर के साथ में अपने
में संगति ना होते तो इस शहर से काफी समय पहले ही हमें शत्रु हटाने वाला था। എന്നാൽ ദൈവം ഞങ്ങളെ നിർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. परमेश्वर हमें खड़ा किया, उस प्यार के लिए मैं प्रभु को धन्यवाद देना चाहता हूँ। പെന്റി പാസ്റ്റർ പ്രത്യേകമായി നന്ദി പറയുകയാണ് ഇത്രയും സമയം അനുവദിച്ചു തന്നതിന്. पास्टर को मैं थोड़ा धन्यवाद देना चाहता हूँ, इतना मौका ഒത്തിരി मुझे സാക്ഷ്യം दिया। പറയാറുണ്ട്. बहुत गवाही बोलने की ഒരു ദിവസം പോലും ഫുള്ളായിട്ട് പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യമുണ്ട്. एक दिन पूरा बैठ के बोलेगा तो भी खत्म होता नहीं, वैसे गवाही है। ദൈവം ഇത്രത്തോളം നിർത്തിയ ആ ദൈവം നല്ല ദൈവമാണ്. इस परमेश्वर अच्छा भला परमेश्वर है। ഈ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ इस परमेश्वर का जैसा दूसरा कोई ആ नहीं है। ദൈവത്തെ അന്ത്യം വരെ സേവിപ്പാൻ इस परमेश्वर का अंतिम समय तक आराधना करने ഈ की ദൈവത്തെ കണ്ടവരെ ആരെയും മുകളിൽ ലജ്ജിച്ചു പോയിട്ടില്ല. इस परमेश्वर को मिला किसी का भी चेहरा काला होने के लिए नहीं है। ദൈവത്തെ കണ്ടവരാരും നശിച്ചു പോയതായി ഞാൻ കേട്ടിട്ടില്ല. परमेश्वर को देखा कोई भी नाश नहीं हुआ है। നിങ്ങൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കണം. आप सभी लोग परमेश्वर से आशीष लेने ദൈവത്തിന് വേണ്ടി दीजिए। അന്ത്യം വരെ നിൽക്കണം. परमेश्वर के लिए आखिरी समय तक खड़ा हो जाओ। ഹല്ലേലൂയ. അതിൽ പോലെ അനുഗ്രഹം പ്രാപിച്ച് ദൈവനാമമഹത്വത്തിനായി നിങ്ങളെ ഓരോരുത്തരെയും നിൽക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. आशीषित पाके परमेश्वर का नाम का महिमा के लिए खड़ा होने के लिए प्रभु को मदद करने दीजिए। ഇത്രയും സമയം കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും परमेश्वर का दास और परिवार को प्रभु आशीषित करेगा। प्रभु को धन्यवाद दीजिए। हेलो, परमेश्वर आशीषित करने वाला, ദൈവം അനുഗ്രഹിക്കുന്നതാ. हालेलुया। ഹല്ലേലൂയ. उसके लिए उदाहरण है वर्गीस अंकल, ऐसे हम हर व्यक्ति उदाहरण है। उसका അതിന്റെ ഒരു ഉദാഹരണമാണ്. आज ना तो कल आप भी आशीषित होने वाला है। ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ദൈവം अब्राहम അനുഗ്രഹിക്കും. क्यों आशीषित हो गया? അബ്രഹാം അനുഗ്രഹപ്പെട്ടു. क्योंकि उन्होंने परमेश्वर ने जो कहा उसका आज्ञाकारी बना, उन्होंने वही काम किया। അവൻ അത് തന്നെ ചെയ്തു. ദൈവം പറഞ്ഞത് അനുസരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും। तुम पालन करेगा तो तुम आशीषित होगा. അനുസരിക്കാൻ ലേറ്റ് ആകുമ്പോൾ जब तुम पालन करने में धीमी करेगा അനുഗ്രഹം ലേറ്റ് ആകും। आशीष भी देरी होगा. എത്ര പേർക്കറിയാം? कितने लोगों को पता है? അനുസരിക്കാൻ ലേറ്റ് ആകുമ്പോൾ जब पालन करने को देरी होगा അനുഗ്രഹം ലേറ്റ് ആകും। आशीष देरी हो गया. കാരണം ദൈവത്തിന് നിങ്ങളുടെ അനുഗ്രഹമല്ല വലുത്, परमेश्वर को तुम्हारा आशीष नहीं बढ़ा है. ദൈവത്തിന് നിങ്ങളുടെ അനുസരണമാണ് വലുത്। परमेश्वर को तुम्हारा पालन बढ़ा है. ദൈവത്തിന് നിങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരുന്നതാ വലുത്। परमेश्वर ये चाहता है कि वो जो तो चाहता है तुम्हारे लिए वो उस स्थान में ले आए. അതുകൊണ്ട് ദൈവം അതുവരെ വെയിറ്റ് ചെയ്യും। इसके लिए परमेश्वर तब तक देरी ഇന്ന് रखेगा. വായിച്ച സങ്കീർത്തനത്തിലേക്ക് വന്നാട്ടെ, आज जो पढ़ा उस भजन ആ संहिता में आइए, സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്। उसे बार बार कहते हैं परमेश्वर. എന്താ പറയുന്നതെന്ന് അറിയാമോ? क्या कहता है? എന്റെ വചനം നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ, अगर मेरा वचन तुम सुनता, എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചിരുന്നെങ്കിൽ, अगर मेरा प्रजा मेरी बात सुनेगा. ഇത് 3-4 പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ച് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു। 2-3 बार यही आयत को इस पे എന്നാൽ कहता है. എന്റെ ജനം എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, अगर मेरे प्रजा मेरी बात सुनेगा. 11ാമത്തെ വാക്യം, 11वां आयत, 13ാമത്തെ വാക്യം, 13वां आयत. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും अगर मेरा प्रजा मेरी बातें सुन के, ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ, इस्राएल मेरे मार्गों में चलेंगे. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ऐसे होगा तो क्या होगा? 14ാം വാക്യം മുതൽ വായിച്ചു നോക്കിക്കാട്ടെ। 14 आयत जरा पढ़िए. मैं क्षण भर में उसका शत्रुओं को दबाने वाला था। ഞാൻ ക്ഷണത്തിൽ ഞൊടിയുടെ കൊണ്ട് ശത്രുവിനെ ഒതുക്കുമായിരുന്നു। आमेन, हालेलुया. क्षण भर में मैं शत्रुओं को दबाऊंगा. ഒരാണ്ടെടുക്കത്തില്ല। 1 साल नहीं लगेगा. ദൈവം പറയുന്നത് അനുസരിച്ചാൽ അടുത്ത മിനിറ്റിൽ നിനക്ക് അനുഗ്രഹം വെളിപ്പെടും। जब परमेश्वर ने कहा तो पालन किया तो अगला क्षण तेरे लिए आशीष प्रकट होगा. क्षण में. ഹല്ലേലൂയ। അപ്പോൾ അനുഗ്രഹം ലേറ്റ് ആവുന്നതിന് കാരണം എന്താ? आशीष लेट होने का कारण क्या है? ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല। कि परमेश्वर जो बोला हमें पालन करने को नहीं हो रहा है. ദൈവം പറഞ്ഞു നീ ഒന്ന് അനുസരിച്ചു കഴിഞ്ഞാൽ, परमेश्वर जो बोला तू നീ आशीष എനിക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, तू मेरे लिए रुकेगा എന്റെ तो, ശബ്ദം കേട്ട് അനുസരിച്ചാൽ, मेरे आवाज सुन के എന്റെ പ്ലാൻ മനസ്സിലാക്കി അതിനു വേണ്ടി നിന്ന് കഴിഞ്ഞാൽ, मेरे पत्नी क्षणത്തിൽ समझ तो क्षण भर में എന്ത് ചെയ്യുമായിരുന്നു? क्या करूंगा? ശത്രുക്കളെ കീഴടക്കുമായിരുന്നു। शत्रु को पे जीत दूंगा. ക്ഷണത്തിൽ വൈരിയെ നിന്റെ അതിൽ നിന്ന് മാറ്റുമായിരുന്നു। क्षण में शत्रु को तेरे से दूर करूंगा. നിന്നെ പകയ്ക്കുന്നവർ കീഴടങ്ങുമായിരുന്നു। तेरे जो विरुद्ध है तेरे നിന്റെ ശുഭകാലം എന്നേക്കും നിലനിൽക്കുമായിരുന്നു। वो तेरा शुभ का हमेशा के लिए स्थिर रहेगा. അനുസരിച്ചു കഴിഞ്ഞാൽ पालन करेगा तो ഇന്നും അനുഗ്രഹിക്കപ്പെടും। आज भी आशीषित होगा. എന്തനുസരിക്കണം? क्या आशीष ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കണം। परमेश्वर के वचन को पालन करना है. അനുസരിച്ചാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും। पालन करे तो तुम भी आशीषित होगा. നമുക്കൊക്കെ അനുഗ്രഹം പലപ്പോഴും ലേറ്റ് ആകുന്നതിന് കാരണം हमको बहुत बार आशीष जो देरी होने का कारण, എടുക്കേണ്ട ചില തീരുമാനങ്ങൾ നാം എടുക്കുന്നില്ല। जो निर्णय लेना हम नहीं लेता है. എന്താണ് തീരുമാനം ചോദിച്ചാട്ടെ? क्या है निर्णय? കർത്താവ് പറയും। परमेश्वर അതൊരു कहेगा. പക്ഷെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതിനെ ബലിപീഠത്തിൽ അർപ്പിക്കാനായിരിക്കും। हो सकता है हम सबसे प्रेम करने वाली चीज को बलि पे चढ़ाने के लिए, മടിക്കാതെ ചെയ്താൽ अगर बिना रुके करेगा, അർപ്പിച്ചത് നഷ്ടപ്പെടുത്തുമില്ല,
कि जो तुमने दिया वो नष्ट नहीं होगा। നിനക്ക് വേണ്ടിയുള്ള കരുതൽ നീ കാണുകയും ചെയ്യും. तेरे लिए जो प्रबंध രണ്ടും കാണും देखेगा। കേട്ടോ. ദൈവത്തിന് വേണ്ടി അർപ്പിച്ചത് എങ്ങും പോകത്തില്ല. परमेश्वर ने जो दिया वो कहाँ नहीं ഒറ്റ जाएगा। കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. കുഞ്ഞുങ്ങൾ വന്നാട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് एक ആരാധിക്കാൻ बात പോകും. कह के मैं प्रार्थना करने जा रहा हूँ। ഹല്ലേലൂയ. हालेलुया। താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് അർപ്പിച്ചത് നഷ്ടപ്പെടത്തില്ല. आप बोलो जो चढ़ाया वो नष्ट नहीं जाएगा। ദൈവത്തിന്റെ കരുതൽ ഞാൻ കാണും. परमेश्वर का प्रबंध में देखेगा। ആമേൻ 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 ആമേൻ. എല്ലാ ദൈവങ്ങളും എഴുന്നേറ്റ് നിന്നാട്ട് सभी लोग खड़े हो जाइए। ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. एक साथ हम प्रार्थना करेंगे ഹൽക്കശഗമന. ദൈവമക്കളെ, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, कि परमेश्वर की अगर योजना है तो, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, परमेश्वर की योजना है तो ദൈവം ചെയ്യാൻ പോകുന്ന മിറക്കിൾ ഊഹിക്കാൻ പറ്റാത്തതാണ്. परमेश्वर चमत्कार करेगा, हम सोच नहीं सकते। പ്രധാന ശ്രദ്ധിച്ചാട്ടെ. परमेश्वर धन्यवाद दे। വലിയ കല്ലാണ് മുമ്പിൽ ഇരിക്കുന്നത്. बड़ा पत्थर है क्या आगे? എല്ലാവരും പറഞ്ഞാട്ട് ഉരുണ്ട് മാറും. वो सब लोग बोले वो हट जाएगा, ജീവിക്കും. जीवित होगा। അനവധി അനർത്ഥങ്ങൾ ഞങ്ങളെ കാണുമാറാക്കിയവനെ ഞങ്ങൾ ജീവിക്കും. बहुत सारे संकट हमको दिखाया, परमेश्वर ശക്തമായി जीवित കരങ്ങളെ होगा। അടിച്ച് പാടി ആരാധിക്കാൻ പോകും. सामत से हाथ ताली बजा के ഒരു आराधना 2-3 करेंगे। മിനിറ്റ് മാത്രം. 2-3 मिनट। ഇന്ന് നമുക്ക് ഫുഡൊക്കെ ഉള്ളത് കൊണ്ട് വേഗത്തിൽ വെക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെയ്യേണ്ടത് കൊണ്ട് വേഗത്തിൽ നമ്മൾ ആരാധിക്കാൻ പോകും. ഹല്ലേലൂയ. food पे जल्दी vacate ചേർത്ത് പാടി करके കർത്താവിനെ करेंगे। സ്തുതിച്ച് ആരാധിച്ചാട്ടെ. जल्द से जल्द हम सब मिलकर अपने आंखों को बंद करके, जैसे हमने वचन से सुना है कि जिसने हमें वायदा किया है वो अपने वायदे को कभी बदलता नहीं है। हालेलुया। उस वायदे को निभाने वाले परमेश्वर की आराधना और उसकी स्तुति करते हुए हम कहेंगे हालेलुया। वायदा तो अपनी विरासत है, जिसने दिया वो बदलता नहीं। वायदा तो अपनी विरासत है, जिसने दिया वो बदलता नहीं। आकाश और पृथ्वी बदल जाएंगे, वचन उसका बदलता नहीं। आकाश और पृथ्वी बदल जाएंगे, वचन उसका बदलता नहीं। तेरे लिए करता प्रबंध कोई श्रेष्ठ भाग को, करता प्रबंध कोई श्रेष्ठ भाग को। कष्टों के समय में सहायक है वो, आंसू मेरा पोंछेगा। कष्टों के समय में सहायक है वो, आंसू मेरा पोंछेगा। रास्ता बनाता है तराइयों में, हाथ पकड़ कर चलाता है वो। रास्ता बनाता है तराइयों में, हाथ पकड़ कर चलाता है वो। पापों का सारे बंद हो जाए, प्रभु नया राह लेगा। पापों का सारे बंद हो जाए, प्रभु नया राह खोलेगा। तेरे लिए करता प्रबंध वो एक श्रेष्ठ भाग को, विश्वास के साथ कहेंगे। करता प्रबंध वो एक श्रेष्ठ भाग को। कष्टों के समय में सहायक है वो, आंसू वो मेरा पोंछेगा। कष्टों के समय में सहायक है वो, आंसू वो मेरा पोंछेगा। बीमारी से तू पीड़ित हो, बोझों से तू मेरा थक गया हो। बीमारी से तू पीड़ित हो, बोझों से तू बहुत थक गया हो। उसके घोड़े चढ़ाई दिया, वचन भेज कर आशा करेगा। उसके घोड़े को चढ़ाई दी, वचन भेज कर आशा करेगा। तेरे लिए करता प्रबंध वो एक श्रेष्ठ भाग को। तेरे लिए करता प्रबंध वो एक श्रेष्ठ भाग को। कष्टों के समय में सहायक है वो, आंसू वो मेरा पोंछेगा। कष्टों के समय में सहायक है वो, आंसू वो मेरा पोंछेगा। तेरे लिए करता प्रबंध वो एक श्रेष्ठ भाग को। तेरे लिए करता प्रबंध
के वो आंसू वो मेरा पोछेगा വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല വാനവും ഭൂമിയും മാറിയുകേ വചനങ്ങൾക്കൊരു മാറ്റമില്ല വാനവും ഭൂമിയും മാറിയുകേ വചനങ്ങൾക്കൊരു മാറ്റമില്ല നിനക്കായി കരുതും അവൻ നല്ല ഓഹരി നിനക്കായി കരുതും അവൻ നല്ല ഓഹരി കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീർ അവൻ തുടയ്ക്കും ഓ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീർ അവൻ തുടയ്ക്കും വഴി